ബാർക്കോഴ ഇടപാടുമായി ബന്ധപ്പെട്ട് ബാലകൃഷ്ണപിള്ളയും PC ജോർജും ബിജു രമേശുമായി നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ പുറത്ത്. മാണിയെ വിടരുതെന്ന് പിള്ള. മാണിക്ക് പ്രത്യക്ഷ പിന്തുണ മാത്രമെന്നും നേരിൽ കാണണമെന്നും PC ജോർജ് ബിജു രമേശിനോട്. സ്വർണ്ണ വ്യാപാരികളിൽ നിന്നും 19 കോടി രൂപയും അരിമിൽ ഉടമകളിൽ നിന്ന് 2 കോടി രൂപയും മന്ത്രി KM മാണി കോഴ വാങ്ങിയത് തനിക്കറിയാമെന്ന് UDF നേതാവ് R ബാലകൃഷ്ണപിള്ള ടെലിഫോൺ സംഭാഷണത്തിൽ വെളിപ്പെടുത്തുന്നു. ഇത് മാത്രമല്ല, ഉമ്മൻചാണ്ടി അടുത്ത് വേറെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 2 കോടി രൂപ ഈ റൈസ് മില്ലുകാരുടെ നിന്ന് വാങ്ങിച്ചു. സാറേ, ബേക്കറിക്കാരെ വാങ്ങിച്ചു 2 കോടി രൂപ. അല്ലേ? ബേക്കറി അസോസിയേഷൻ ഉണ്ടല്ലോ, അവരെ ടാക്സ് കൂട്ടുമെന്ന് പറഞ്ഞ് അവരിൽ നിന്ന് 2 കോടി രൂപ മേടിച്ചു എന്നാണ് അവർ പറയുന്നത്. സ്വർണ്ണക്കടക്കാരുടെ ഇന്ന് 19 കോടിയാണ് മലബാർ ഗോൾഡുകാരൻ വാങ്ങിച്ചു കൊടുത്തത്. 19 കോടി. ഇക്കാര്യങ്ങളെല്ലാം താൻ മുഖ്യമന്ത്രിയെ അറിയിച്ചതാണെന്നും എന്നാൽ ഒരു നടപടിയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും R ബാലകൃഷ്ണപിള്ള വ്യക്തമാക്കി. അറിയാം, ഞാനും അവനും കൂടെ ഉമ്മൻചാണ്ടിയെ കാണാൻ പോയപ്പോ പച്ചയ്ക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞതാണ് ഉമ്മൻചാണ്ടിയുടെ അടുത്ത്. ഇങ്ങനെ നടന്നിട്ടുണ്ട്, തടി കൈയും വെച്ചിരിക്കുക, ഇങ്ങനെ നടന്നിട്ടുണ്ട്. ആരോപണം വിട്ടുകളയരുത് എന്ന് ബാലകൃഷ്ണപിള്ള ബിജു രമേശിനെ ഉപദേശിക്കുന്നു. അതോടൊപ്പം CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കണമെന്നും ബാലകൃഷ്ണപിള്ള പറയുന്നു. വിടണ്ട, നാളെ കോടതി മൂവ് ചെയ്യും. CBI എൻക്വയറി എന്ന് പറഞ്ഞ് തന്നെ കൊടുക്കണം. ബിജു രമേശിനെ അനുനയിപ്പിക്കാൻ PC ജോർജ് നടത്തുന്ന ശ്രമവും ശബ്ദരേഖയിലുണ്ട്. അതേസമയം KM മാണിയെ പിന്തുണയ്ക്കുന്നത് കേരള കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണെന്നും PC ജോർജ് ബിജു രമേശിനോട് പറഞ്ഞു. നമുക്ക് ഒന്ന് കാണണം. ഞാൻ പറഞ്ഞ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ട് കാണും. അതെനിക്കറിയാം, പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ കേരള കോൺഗ്രസ്സുകാരനാ. ഞാൻ പറഞ്ഞൊക്കെ സത്യമല്ലെന്ന് ചേട്ടന് ബോധ്യമില്ലല്ലോ. സത്യമാണ് പറഞ്ഞതൊക്കെ വളരെ വ്യക്തമായിട്ട് ചേട്ടൻ അറിയാമെന്നും എനിക്കറിയാം. മന്ത്രി KM മാണി കോഴ വാങ്ങിയതിനെക്കുറിച്ച് V ശിവൻകുട്ടി MLA നിയമസഭയിൽ എഴുതി നൽകി ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മന്ത്രി KM മാണിയും ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയായിരുന്നു. R ബാലകൃഷ്ണപിള്ളയുടെ വെളിപ്പെടുത്തലോടെ കോഴക്കാരും ശരിയാണെന്ന് തെളിയുകയാണ്. NV ബാലകൃഷ്ണൻ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർ കുംഭകോണത്തിൽ KM മാണിയെ ഉടൻ പുറത്താക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. മാണിയെ സംരക്ഷിക്കുന്നത് അഴിമതിയിൽ മുഖ്യമന്ത്രിക്ക് പങ്കുള്ളതിനാൽ പിള്ളയുടെ വെളിപ്പെടുത്തലുകൾ നിർണായകമാണ്. വിജിലൻസ് നീതിപൂർവം അന്വേഷണം നടത്തണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ചർച്ചയിൽ ഇപ്പോൾ ഉള്ളത് പ്രമുഖ അഭിഭാഷകൻ ശ്രീ രാംകുമാർ, ഒപ്പം കേരള കോൺഗ്രസ് B നേതാവ് ശ്രീ മനോജ് കുമാർ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ മനോജ് കുമാറിലേക്ക്. ശ്രീ മനോജ് കുമാർ, ഇന്നിപ്പോൾ ശ്രീ ബാലകൃഷ്ണപിള്ള പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ കേൾക്കുമ്പോൾ UDF സ്വാഭാവികമായും പറയാനുള്ളതാണോ പറഞ്ഞിരിക്കുന്നത്? ഉടൻ പിള്ളയെ പുറത്താക്കണം, ഗൂഢാലോചന നടത്തിയവർ ആരാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അല്ല, അത് കേരള കോൺഗ്രസ്സുകാർ മാത്രം പറഞ്ഞാൽ ഗൂഢാലോചന നടത്തിയത് R ബാലകൃഷ്ണപിള്ള സാറാണെന്ന് തെളിയിക്കാൻ പറ്റില്ലല്ലോ. എന്താണ് R ബാലകൃഷ്ണപിള്ള സാറ് ചെയ്തത്? അദ്ദേഹം ഇപ്പം ഞങ്ങൾ ഈ ഫോൺ സംഭാഷണം പുറത്തു വിട്ടുന്നതിനെ ഒന്നും പാർട്ടി ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. കാരണം അത് വ്യക്തിപരമായ ഒരു സംഭാഷണമാണ്. പക്ഷേ അത് പുറത്തു വന്ന സ്ഥിതിക്ക് അത് പറഞ്ഞതുമായി ബന്ധപ്പെട്ട സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് ഞങ്ങളുടെ ഒരു ബാധ്യതയായി മാറുക. അതുകൊണ്ട് അദ്ദേഹം പേഴ്സണലായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പല ഇടപാടുകൾ നടന്നിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മുഖ്യമന്ത്രിയോട് ധരിപ്പിച്ചതാണ്, ഇതെല്ലാം പറഞ്ഞു. UDFൻ്റെ പൊതു പരിപാടികളിൽ അല്ലെങ്കിൽ UDFൻ്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരിക്കലും അഴിമതി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ഇല്ല. അതിലെല്ലാ കാര്യത്തിലും ഞങ്ങൾ താങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ അഴിമതി നടത്തുമ്പോൾ അതിനെതിരെ പറയാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയമാണ്, എന്ത് ജനാധിപത്യമാണ്? അപ്പോൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ബിജു രമേശിന്റെ ഫോൺ സംഭാഷണം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതല്ലാതെ നിങ്ങൾക്ക് മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുക? നിങ്ങളെ ഇപ്പോൾ തന്നെ കഴിഞ്ഞ തീർച്ചയായും ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഒരു ആരോപണം ഉന്നയിക്കുകയോ അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയോ ചെയ്താൽ ഇവിടെ ചില ആൾക്കാർക്ക് അങ്ങ് ഹാലളവാണ്. അവരുടൻ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഗണേഷ് കുമാറിനെ പുറത്താക്കി. MLA ആയ ശ്രീ KB ഗണേഷ് കുമാറിനെ UDF പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇപ്പോൾ എന്താ പറയുന്നത്? UDFൽ നിന്ന് R ബാലകൃഷ്ണപിള്ളയെ പുറത്താക്കണമെന്നാണ്. ഇതിന്റെ ന്യായം എന്താ? അപ്പോൾ അഴിമതിക്കെതിരെ ഒരാൾ അഴിമതി നടത്തിയാൽ അഴിമതി പിന്താങ്ങിക്കൊണ്ട് എല്ലായിടത്തും ചർച്ച ചെയ്തോണം. അഴിമതിക്കെതിരെ ആര് പറയുന്നോ അവരെ കൈകാര്യം ചെയ്യുക, അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അവരെ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം. ഇപ്പോൾ ബിജു രമേശ് ഞാൻ ഇന്ത്യ വിഷനിലെ ചർച്ച കഴിഞ്ഞ് വരുവാണ്. ശ്രീ ബിജു രമേശ് ഇന്ത്യ വിഷൻ ചർച്ചയിൽ വെളിപ്പെടുത്തിയത് മുഖ്യമന്ത്രിയോട് അടുപ്പമുള്ളവരും മറ്റ് പല മന്ത്രിമാരുമായും ബന്ധപ്പെട്ട ഏതാണ്ട് 5 മന്ത്രിമാരോളം ഈ ഇടപാടിലുണ്ടെന്നും, പക്ഷേ ശ്രീ KM മാണിക്കെതിരെ മാത്രമേ ഞാനിപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുള്ളൂ, അത് തെളിയിച്ചതിന് ശേഷം മാത്രമേ ബാക്കി മന്ത്രിമാരുടെ പേര് വരെ ഞാൻ വെളിപ്പെടുത്തൂ എന്നും, ഈ ഗവൺമെന്റിൽ ഈ 4 മന്ത്രിമാരാണ്, മറ്റ് 4 മന്ത്രിമാരാണ് എൻ്റെ തുറുപ്പുചീട്ട്, അവരുടെ സംരക്ഷണമാണ് എനിക്ക് സ്വത്തിനും എനിക്ക് എൻ്റെ ജീവനും ഉള്ളത് എന്ന് ശ്രീ ബിജു രമേശ് ഇപ്പോൾ വെളിപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ തെറ്റാണ്. ശ്രീ ബിജു രമേശ് നമ്മുടെ ചർച്ചയിലും പങ്കെടുക്കുമെന്നതിനാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എത്തുമ്പോൾ നമുക്കത് ചോദിക്കുകയും ചെയ്യാം. ശ്രീ മനോജ് കുമാർ, പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ
ശ്രീ ബാലകൃഷ്ണപിള്ള ശ്രീ ബിജു രമേശുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ നിന്ന് വ്യക്തമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ ധാർമ്മികമായ പിന്തുണ, അതായത് ഏത് തരത്തിലുമുള്ള പിന്തുണ ശ്രീ ബിജു രമേശിന് ശ്രീ ബാലകൃഷ്ണപിള്ള നൽകുന്നുണ്ട്. ശ്രീ കെ എം മാണിയെ ഇങ്ങനെ പുറത്ത് കൊണ്ടുവരണമെന്ന് തന്നെയാണ് ശ്രീ ബാലകൃഷ്ണപിള്ള പറയുന്നത്. ആ അർത്ഥത്തിലേക്ക് പോയ ഒരാളെ പിന്നെ UDF-ൽ എങ്ങനെ അവർക്ക് സഹിക്കാനാവും? അല്ല, ഞാൻ പറഞ്ഞത് അഴിമതിയുമായി ബന്ധപ്പെട്ട് ശ്രീ ബിജു രമേശിനെ ബാലകൃഷ്ണപിള്ള സാർ അങ്ങോട്ട് വിളിക്കുകയല്ല. അദ്ദേഹം ശ്രീ ബിജു രമേശ് ബാലകൃഷ്ണപിള്ള സാറിനെ വിളിക്കുകയാണ്. ബാലകൃഷ്ണപിള്ള സാറിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം അഴിമതി നടത്തിയ മന്ത്രിയെ സംരക്ഷിക്കണം എന്ന് ഫോണിലൂടെ സംഭാഷണം നടത്തിയെങ്കിൽ ഇന്ന് അതൊരു വലിയ വിവാദമാവും. അതിനെ രാഷ്ട്രീയമായി കേരളം കാണുന്ന എന്താ? അഴിമതിക്കാരനെ സംരക്ഷിക്കാൻ ശ്രീ ബാലകൃഷ്ണപിള്ള ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. അതാണ് ആരോപണം. അതിനെല്ലാ രാഷ്ട്രീയക്കാരും, ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. കോടിക്കണക്കിന് രൂപ ഖജനാവിൽ നിന്നും മറ്റ് ശ്രീ ബാലകൃഷ്ണപിള്ള അങ്ങനെ അഴിമതിക്ക് എതിരായി ഉള്ള ആ പോരാട്ടത്തിൽ ശ്രീ ബിജു രമേശിനൊപ്പം നിൽക്കുകയാണോ ഉണ്ടായത്? അദ്ദേഹത്തിന് പിന്തുണ നൽകിയോ? അദ്ദേഹം അഡ്വക്കേറ്റ് രാംകുമാറിനെ ഉൾപ്പെടെ വിളിച്ച് ഞാൻ പറഞ്ഞുകൊള്ളാം എന്ന് അതിൽ പറയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചോ? അല്ല, ഞാൻ ഇനിയിപ്പോൾ അതിനകത്ത് മാറി പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഓൺ ചെയ്തുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തി കഴിഞ്ഞു. ഞാൻ ഈ പറഞ്ഞതെല്ലാം എൻ്റെ ശബ്ദമാണ്, ഞാൻ പറഞ്ഞതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതൊന്നും നമ്മൾ ഡിനൈ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞതിൻ്റെ ധാർമ്മികതയുടെ കാര്യമാണ്. ഒരിക്കലും ഒരാളുമായി വ്യക്തിപരമായി സംസാരിക്കുന്ന സംഭാഷണങ്ങൾ പുറത്തുവിട്ട് മിടുക്ക് കാണിക്കാൻ പാടില്ല എന്ന സ്ഥാനത്ത് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് ശരിയായില്ല എന്ന് തന്നെയാണ് തിരിച്ചെത്താം. അഡ്വക്കേറ്റ് രാംകുമാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ അഡ്വക്കേറ്റ് രാംകുമാർ, ഇന്ന് അങ്ങ് അറിഞ്ഞോ അറിയാതെയോ അങ്ങയുടെ പേര് കൂടി ഈ സംഭാഷണത്തിനിടയ്ക്ക് വന്നിട്ടുണ്ട്. അത് അങ്ങ് അറിഞ്ഞു കാണുമെന്നാണ് മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് രാംകുമാറിനെ ശ്രീ ബിജു രമേശ് കാണാൻ പോകുന്നു അടുത്ത ദിവസങ്ങളിൽ എന്ന് കഴിഞ്ഞ വെളിപ്പെടുത്തൽ പീപ്പിളിൻ്റെ ന്യൂസ് ആൻഡ് വ്യൂസിൽ നടത്തിയ ഒക്ടോബർ 31 അടുത്ത ദിവസം ശ്രീ ബാലകൃഷ്ണപിള്ളയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ബിജു രമേശ് പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടിയായി ശ്രീ രാംകുമാറിനെ ഞാൻ തന്നെ വിളിച്ച് ഈ കാര്യങ്ങൾ ഏർപ്പാടാക്കാം, എത്രയും പെട്ടെന്ന് ശ്രീ കെ എം മാണിയെ പുറത്ത് കൊണ്ടുവരണം, ഈ കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അഴിമതി അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നതായി ബാലകൃഷ്ണപിള്ളയും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങേക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവെന്താണ്? എന്നെ പലരും ഫോണിൽ വിളിക്കുകയും പലതും സംസാരിക്കുകയും ചെയ്യും. അത് സ്വകാര്യ കാര്യങ്ങളും പൊതുകാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് മാധ്യമങ്ങളായിട്ട് പങ്കിടണമെന്ന് ദയവീത് എന്നെ നിർബന്ധിക്കരുത്. ഞങ്ങളുടെ സ്വഭാവ സംഹിതയ്ക്ക് വിരുദ്ധമാണ്. ഞാനും എൻ്റെ കക്ഷികളും അല്ലെങ്കിൽ എൻ്റെ കക്ഷികൾക്ക് വേണ്ടി മറ്റ് അഭിഭാഷകരും എന്നോട് സംസാരിക്കുന്നത് മാധ്യമങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത് മര്യാദകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെപ്പറ്റി ദയവീത് എന്നോട് ചോദിക്കരുത്. തീർച്ചയായിട്ടും അത് അതിനകത്തുള്ള നൈതികത തീർച്ചയായും ഉൾക്കൊള്ളുന്നു. അതങ്ങ് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ചോദിക്കുക എന്നുള്ളത് നമ്മുടെ കടമ, അത് ഈ രീതിയിൽ ഉത്തരം പറയുക എന്നുള്ളത് അങ്ങയുടെയും കടമ. അതിനപ്പുറം അതിലേക്ക് കടക്കുന്നില്ല അഡ്വക്കേറ്റ് രാംകുമാർ. പക്ഷേ ശ്രീ ബിജു രമേശ് ഒരു അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചു. അത് ശ്രീ ബാലകൃഷ്ണപിള്ളയെ പോലെ ഒരു നേതാവ് അതിനുള്ള ധാർമ്മിക പിന്തുണ കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിൽ ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തലുകൾക്കൊടുവിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഘട്ടം വരെയുള്ള കഥകൾ വീണ്ടും ആവർത്തിക്കേണ്ടതില്ല. അങ്ങേക്കറിയാം, ഇതിൽ നിയമപരമായി ഇതൊരു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ബിജു രമേശിൻ്റെ പോരാട്ടം എത്രമാത്രം നിലനിൽക്കുന്നതാണ്? തീർച്ചയായിട്ടും ശ്രീ ബിജു രമേശ് ആണ് ഈ വിഷയം ആദ്യം കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത്. അദ്ദേഹം പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് വിജിലൻസ് വകുപ്പിനെ സമീപിച്ച് ഒരു പരാതി കൊടുത്തത്. ആ പരാതി കൊടുത്ത അവസരത്തിലൊക്കെ ബന്ധപ്പെട്ട ആളുകൾ ശ്രീ ബിജു രമേശിനെ വെല്ലുവിളിക്കുകയായിരുന്നു, തെളിവുണ്ടെങ്കിൽ പുറത്തെടുക്കുക എന്ന്. കഴിഞ്ഞ ദിവസം വളരെ പരിഹാസ്യമായ രീതിയിൽ ബിജു രമേശിനെ കേരളത്തിലെല്ലാവർക്കും അറിയാം എന്ന് അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് വളരെ പ്രമുഖനായൊരു രാഷ്ട്രീയ നേതാവ് സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ ശ്രീ ബിജു രമേശ് വിശ്വാസ്യനല്ല, അദ്ദേഹം പറയുന്നത് ആരും വിശ്വസിക്കരുത്. അതിന് മറുപടിയായിട്ടാണ് ഇന്ന് അദ്ദേഹം ഈ സംഭാഷണങ്ങൾ പുറത്തുവിടാൻ നിർബന്ധിതനായത്. അതുകൊണ്ട് ഒരു കാര്യം തെളിഞ്ഞു, സ്വന്തമായി മദ്യവ്യാപാരമാണ് അദ്ദേഹം നടത്തുന്നതെങ്കിലും അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്ന രാഷ്ട്രീയക്കാരുടെ നിലവാരത്തേക്കാൾ എത്രയോ ഉയർന്ന നിലവാരം സ്വന്തമായി അധ്വാനിച്ച് കാശുണ്ടാക്കുന്ന ഒരു ബാർ മുതലായി നിലനിർത്തുന്നുണ്ട് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് ഇന്ന് തെളിവുണ്ടായി. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്, തെളിവുണ്ടോ എന്ന്. തെളിവ് ഹാജരാക്കേണ്ട പ്രതികളുടെ മുമ്പിലാണോ അല്ലെങ്കിൽ പ്രതികളെ സംരക്ഷിക്കുന്ന മന്ത്രിമാരുടെ മുമ്പിലാണോ?
തെളിവ് ഹാജരാക്കുന്നതിന് നമ്മുടെ നിയമവ്യവസ്ഥ ചില ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ അദ്ദേഹം അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിജിലൻസിനോട് പറഞ്ഞിരിക്കുന്നു. ആ വിജിലൻസ് മൊഴി പരിശോധിച്ചുകൊണ്ട് വേറെ രീതിയിൽ പറയണമെന്ന് രാഷ്ട്രീയ സ്വാധീനവും അധികാരവുമുള്ള ആളുകൾ സമ്മർദ്ദം ചെലുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയായ രീതിയാണോ? അപ്പോൾ ഇവിടെ വിജിലൻസ് അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്ന എന്നൊരാരോപണം കൂടി ശ്രീ ബിജു രമേശ് കേരളീയ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ വിജിലൻസ് അന്വേഷണം പ്രഹസനമാണ് എന്ന് ആദ്യത്തെ ദിവസം മുതൽ തന്നെ സമൂഹത്തിന് വ്യക്തമായതാണ്. കാരണം വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പരസ്യമായിട്ട് പറയുകയാണ് കെ.എം. മാണി നിരപരാധിയാണ്, പിന്നെ അന്വേഷണത്തിന് എന്താ പ്രസക്തി? അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയെ നയിക്കുന്ന മുഖ്യമന്ത്രി പറയുകയാണ് ശ്രീ കെ.എം. മാണി നിരപരാധിയാണ്. മന്ത്രിസഭ ഒന്നടക്കം അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഈ നമ്മുടെ ജനാധിപത്യ ഭരണഘടന ഉണ്ടായ ശേഷം, ജനാധിപത്യ സംവിധാനം ഈ രാജ്യത്ത് വന്ന ശേഷം ഇതുപോലൊരു അധപ്പതനം ഒരു സംസ്ഥാനത്തിനും ഉണ്ടായിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് രാംകുമാർ ആ ഘട്ടത്തിൽ ഒന്ന് ഇടപെടുകയാണ്. ഇത്രമാത്രം അധപ്പതനം എന്നുള്ള രീതിയിൽ അങ്ങ് തന്നെ വിശേഷിപ്പിക്കുന്ന ആ അവസ്ഥ ഉണ്ടായിട്ടും അതിനെ നിയമപരമായി നേരിടാൻ ബിജു രമേശിൻ്റെ ഈ പോരാട്ടത്തിന് ഏതറ്റം വരെ അദ്ദേഹം എത്തി? ഇനി എത്രമാത്രം മുന്നോട്ട് പോയാൽ മതി? അദ്ദേഹത്തിന് ഒരു ആശ്വാസം കിട്ടുന്ന ഒരു കര കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ രീതിയിൽ തന്നെയാണോ അദ്ദേഹം മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് ഒന്ന്. മറ്റൊരു കാര്യം കൂടി, ഇന്ന് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ശ്രീ ബിജു രമേശുമായി സംസാരിച്ച ആ ടെലിഫോൺ സംഭാഷണത്തിൽ പുതിയ ചില വെളിപ്പെടുത്തലുകളുണ്ട്. ശ്രീ ബാലകൃഷ്ണപിള്ള തന്നെ പറയുന്നു മില്ലുടമകളുടെ കയ്യിൽ നിന്ന് 2 കോടി രൂപ ശ്രീ കെ.എം. മാണി വാങ്ങിച്ചിരിക്കുന്നു. അത് കൊടുക്കാൻ പോയ ചിലർ ശ്രീ ബാലകൃഷ്ണപിള്ളയെ കണ്ടിട്ടാണ് പോയിരിക്കുന്നത് എന്നുള്ള വെളിപ്പെടുത്തൽ. ഒപ്പം 19 കോടിയുടെ സ്വർണ്ണപ്പണിക്കാരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 19 കോടിയെക്കുറിച്ചുള്ള അറിവും അദ്ദേഹം പങ്കിട്ടു. ഈ 2 കോടി കൊടുത്ത മില്ലുടമകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് നേരിട്ട അറിവുമുണ്ട്. ആ വെളിപ്പെടുത്തലും വന്നിരിക്കുന്നു. അതെത്രത്തോളം ഈ കേസിൽ നിർണായകമാണ്? ഈ വക നിർണായകമായ വിവരങ്ങൾ പരിശോധിക്കുകയും അതിൻ്റെ നിജസ്ഥിതി ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിൻ്റെ ചുമതല. സുപ്രീം കോടതി ലളിതാകുമാരി കേസിൽ പറഞ്ഞ മാതിരി സുപ്രധാനമായ വിവരങ്ങളാണ് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയും ബിജു രമേശും ഇന്ന് മാധ്യമങ്ങൾ വഴി ജനസമൂഹത്തെ അറിയിച്ചത്. അത് നോക്കിയെടുത്ത് അതിൻ്റെ വിശ്വാസ്യത, അതിൻ്റെ നിർണായകത ഇതൊക്കെ പരിശോധിക്കേണ്ടതും വേണ്ട രീതിയിൽ തെളിവ് സമ്പാദിക്കേണ്ടതും ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമിൻ്റെ ചുമതലയാണ്. പക്ഷേ ആ ചുമതല നിർവഹിക്കുന്നതിൽ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അവർക്ക് തടസ്സങ്ങളുണ്ടാകുന്നതെന്ന് ബിജു രമേശ് പറയുന്നത് 100% ശരിയാണെന്ന് വിശ്വസിക്കാനാണ് കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുക. കാരണം പ്രതിയായ ആളാണ് നിയമമന്ത്രി, അദ്ദേഹമാണ് പ്രോസിക്യൂഷൻ നിയന്ത്രിക്കുന്നത്, അദ്ദേഹമാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ബിജു രമേശിനെ കേരളത്തിലെ ആളുകൾക്കറിയാം. തെളിവുണ്ടെങ്കിൽ തെളിവാണെന്ന് പറഞ്ഞ് ശബ്ദരേഖ കൊണ്ടുവരുമ്പോൾ പറയുന്നു ഈ തെളിവ് കേട്ടുകേൾവി തെളിവ് മാത്രമാണ് എന്ന്. ഇതൊക്കെ പരിശോധിക്കേണ്ടത് ഈ വിജിലൻസ് ടീമിൻ്റെ ചുമതലയാണ്. ആ വിജിലൻസ് ടീം സ്വതന്ത്രമായി തങ്ങളുടെ കർത്തവ്യം നിർവഹിക്കും എന്ന് വിശ്വസിക്കാൻ ഇന്ന് പ്രയാസങ്ങളുണ്ട്. തീർച്ചയായിട്ടും അങ്ങയിലേക്ക് തിരിച്ചെത്താം. ശ്രീ മനോജ് കുമാർ, ഇപ്പോൾ ശ്രീ ബാലകൃഷ്ണപിള്ള ഇന്ന് പുതുതായി നമുക്ക് മുമ്പിലേക്ക് തന്നിരിക്കുന്ന ഈ ആരോപണങ്ങളും അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന നിങ്ങളുടെ കക്ഷി, നിങ്ങളുടെ നേതാക്കൾ ഒക്കെ ആ രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതിനെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് ശ്രീ ബിജു രമേശുമായുള്ള ഒരു സ്വകാര്യ സംഭാഷണത്തിൽ ഒതുങ്ങേണ്ടതല്ല. ആ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. ഇനി മുന്നോട്ട് എങ്ങനെയാണ് അതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ നിലപാടെന്നുള്ളതും അറിയേണ്ടതുണ്ട്. അല്ല, അതിനെ സംബന്ധിച്ച് ഞാൻ വളരെ വ്യക്തമായി ഇപ്പോൾ രാംകുമാർ സാർ ഇവിടെ പറഞ്ഞതുപോലെ ഇതൊന്നും തെളിയാൻ പോകുന്നില്ല. കാരണം എന്താ, ഇത് തെളിയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളല്ല എങ്ങും നടത്തുന്നത്. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് പോകുന്ന കാലത്തോളം ഇതൊന്നും തെളിയില്ല. ഇത് കേരള സമൂഹം, കേരളത്തിലെ ജനം ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ, അതിന് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല, പ്രതിപക്ഷം ഉൾപ്പെടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഇത് ഏറ്റെടുത്ത് നടത്തിയാൽ മാത്രമേ ഇത് തെളിയിക്കപ്പെടുകയുള്ളൂ. അല്ലാതെ ഈ ഗവൺമെൻറ് ഇത് അന്വേഷിക്കുന്നിടത്തോളം ഇതൊന്നും തെളിയാൻ പോകുന്നില്ല. രാംകുമാർ സാർ ആദ്യമായിട്ട് പറഞ്ഞത് ഞങ്ങളുടെ നേതാവ് ബാലകൃഷ്ണപിള്ള സാറാണ്. ആ മുന്നണി തന്നെ, ആ ക്യാബിനറ്റ് തന്നെ
അംഗീകാരം കൊടുക്കുന്നു മാണി സാറ് കുറ്റക്കാരനല്ല എന്ന്. അങ്ങനെ ഒരു സംവിധാനത്തിൽ എങ്ങനെ ഈ അന്വേഷണം മുമ്പോട്ട് പോകും? വിജിലൻസിലെ ഉദ്യോഗസ്ഥന്മാരുടെ മുറയിൽ തന്നെ അവിടെ നഷ്ടപ്പെട്ടില്ലേ? അവർക്ക് എങ്ങനെ ഈ അന്വേഷണവുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും? ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. പൊതുജനത്തെ വിഡ്ഢികളാക്കുന്ന, പൊതുജനത്തെ കഴുതകളാക്കുന്ന ഒരു സംവിധാനമാണ് ഇന്നിവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ഈ അന്വേഷണം CBI പോലുള്ള ഒരു ഏജൻസിയെ ഏൽപ്പിച്ച് അന്വേഷിക്കണം എന്ന് പറയുന്നത്. പക്ഷേ അതിന് ചില വ്യവസ്ഥാപിതമായ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു അന്വേഷണം, ഒരു ക്വിക്ക് എൻക്വയറി ഇവിടെ നടക്കുമ്പോൾ കോടതിയിൽ പോയാൽ പോലും CBI എൻക്വയറി നടത്താൻ പറ്റില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അപ്പോൾ അതൊക്കെ ക്രമേണ കൊണ്ടേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ശ്രീ ബിജു രമേശ് ഇത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. അദ്ദേഹം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ, ഇന്ത്യ വിഷനിൽ പറഞ്ഞതുപോലെ, അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കുറച്ചുകൂടെ ശക്തമായി. ഏതൊക്കെ മന്ത്രിമാരാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, ഏതൊക്കെ മന്ത്രിമാരാണ് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചത്, അതേപോലെ ഒരു ഉത്തരവാദിത്വം ശ്രീ ബാലകൃഷ്ണ പിള്ളയ്ക്കുമുണ്ട്, നിങ്ങളുടെ പാർട്ടിക്കുമുണ്ട്. കാരണം നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 2 കോടിയുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കാനും അതുമായി മുന്നോട്ട് പോകാനും അതിന് പ്രതിപക്ഷത്തിന് വേണ്ട തെളിവുകൾ അവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കാനും നിങ്ങൾ പ്രതിപക്ഷത്തെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു വിശ്വാസം അവർക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുമുണ്ട്. ഇത് ബിജു രമേശ് തന്നെ എല്ലാം പറയണമെന്ന് നിങ്ങൾ എങ്ങനെ പറയാൻ സാധിക്കും? അല്ല, ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ഇതൊരു പത്രമാധ്യമങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഒരു മറ്റ് സംവിധാനങ്ങളിലൂടെയൊന്നുമല്ല. ബിജു രമേശുമായുള്ള പേഴ്സണൽ ടോക്കിലാണ് ശ്രീ ബാലകൃഷ്ണ പിള്ള സാർ ഇത് പറഞ്ഞത്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അത് ഓൺ ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൊടുക്കാൻ തയ്യാറാണ്. അപ്പം ഓരോ ആരോപണങ്ങൾ വരുമ്പോഴും ആ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൊടുക്കാൻ തയ്യാറാണ്. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൊടുക്കാൻ തയ്യാറാണ്. അദ്ദേഹം ശക്തമായ നിലപാടിൽ തന്നെ പോകും. ഞങ്ങൾ പക്ഷേ ഇപ്പോഴും UDF നിൽക്കുകയാണ്. നിങ്ങളിപ്പോൾ UDF നിൽക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ ആ UDFിലെ പ്രമുഖമായ ഒരു കക്ഷിയുടെ നേതാവായ ശ്രീ KM മാണി സാർ 2 കോടി രൂപ ഇങ്ങനെ വാങ്ങി എന്നുള്ളതിന്റെ തെളിവ് കൊടുക്കാൻ നിങ്ങളിപ്പോൾ തയ്യാറാണ്? തീർച്ചയായും ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ തന്നെ തയ്യാറാണ്. കാരണം കേരള കോൺഗ്രസ് ഒരു വെല്ലുവിളി, ഞങ്ങളെ വെല്ലുവിളിക്കുകയാണ്. കേരള കോൺഗ്രസ് ഇത് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചാൽ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. പിന്നെ ഈ ഒരു നിലപാട് കേരള കോൺഗ്രസ്, ഇത് ശ്രീ മനോജ് കുമാറിന്റെ അഭിപ്രായമാണോ, ഇത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം? കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. അഡ്വക്കേറ്റ് രാംകുമാർ, ഇന്നിപ്പോ ഈ രീതിയിലുള്ള തെളിവുകൾ ഒക്കെ വിജിലൻസിന് കൊടുക്കാൻ മടിക്കുന്നതിന് കാരണം അത് ചോരുന്നു, അങ്ങനെയുള്ള ആരോപണമുണ്ട്. നിയമമന്ത്രിക്കെതിരായി ആ മന്ത്രിയുടെ മന്ത്രി കൂടിയുള്ള മന്ത്രിസഭയിലുള്ള ആഭ്യന്തരമന്ത്രിയുടെ കീഴിൽ വരുന്ന വിജിലൻസ് വകുപ്പ് അന്വേഷിക്കുമ്പോൾ എത്രമാത്രം കാര്യങ്ങൾ ശരിയാവും? അങ്ങ് പറഞ്ഞതുപോലെ വിജിലൻസ് മന്ത്രി തന്നെ നല്ല സർട്ടിഫിക്കറ്റ് നൽകി. ഇതൊക്കെയാണ് പ്രശ്നമായി നിൽക്കുന്നത്. പക്ഷേ അതിനിടയിൽ പുതിയ തെളിവുകൾ വരുന്നു. മുഖ്യമന്ത്രിയോട് തന്നെ ഈ കാര്യങ്ങൾ ആർ ബാലകൃഷ്ണ പിള്ളയെ പോലൊരു നേതാവ് പറഞ്ഞതാണ് എന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ വരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി പറയുന്നത് പല ഉപതെരഞ്ഞെടുപ്പുകളിലും ജയിച്ചു, ജനങ്ങളെല്ലാം ഒപ്പമുണ്ട്, അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഇനി വലുതായി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടും വലിയ കാര്യമില്ല എന്നൊരു പൊതു ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അതല്ല, ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ ഇതിൽ ആരോപണ വിധേയനായ മന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ നേതാക്കൾ ബിജു രമേശ് പറയുന്നത് കളവാണെന്നും അദ്ദേഹത്തിന് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കട്ടെ എന്നുമാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന മൊഴി വിജിലൻസിൽ കൊടുത്തു. വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ അദ്ദേഹത്തിന് തൃപ്തിക്കുറവുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം കൊടുത്ത മൊഴി വെച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം FIR രജിസ്റ്റർ ചെയ്തെങ്കിലും മറ്റ് തെളിവുകൾ സ്വീകരിക്കാൻ വിജിലൻസിന് വൈമുഖ്യമുള്ളതുപോലെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അതിനിടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഉള്ള ചില പരാമർശങ്ങളുണ്ടായത്. ആ വിശ്വാസ്യത തെളിയിക്കാനാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് ആ സാധനം വിട്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു 2 ബാർ ഉടമകൾ, ആ പ്രത്യേക ബാർ അസോസിയേഷൻ്റെ പ്രതിനിധികൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെന്ന്. അത് അവർ സ്ഥിരീകരിച്ചു കഴിഞ്ഞല്ലോ. ആ നിലയ്ക്ക് കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറുടെ മൊഴി അവിശ്വസിക്കാൻ നിയമപരമായി എന്താണ് തടസ്സം? എൻ്റെ അറിവിലില്ല. കാരണം വെറും ഒരു ടെലിഫോൺ സംഭാഷണത്തിൻ്റെ ബലത്തിലാണല്ലോ ഒരു IPS ഉദ്യോഗസ്ഥനെ ഈ സംസ്ഥാന ഗവൺമെൻറ് സസ്പെൻഡ് ചെയ്ത്. നിയമം 2 പേർക്കും 2 ആണോ? നിയമമന്ത്രിക്ക് ഒന്നും, ഒരു സൂപ്രണ്ടൻ്റ് പോലീസിന് വേറെ നിയമമാണ് ഈ രാജ്യത്ത്. നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന നമുക്ക് തെളിവുകളെന്ന് പറഞ്ഞാൽ തെളിവുകൾ എല്ലാവർക്കും തുല്യമാണ്. ചിലർക്ക് കൂടുതൽ തെളിവ് വേണം എന്ന് നിയമസംഹിത എവിടെയും വിവക്ഷിക്കുന്നില്ല. ആ നിലയ്ക്ക് ഇന്നിപ്പോൾ ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയും ബിജു രമേശും തമ്മിലുള്ള സംഭാഷണവും അതിനെ തുടർന്നുള്ള മറ്റു കാര്യങ്ങളും ധാരാളം കേസുമായി മുന്നോട്ട് പോകാനുള്ള
പ്രഥമദൃഷ്ട്യാ തെളിവിൻ്റെ അടിസ്ഥാനം അരക്കിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് പ്രധാന ഒരു തടസ്സം നിയമമന്ത്രി തന്നെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. കേട്ടുകേൾവിയില്ലാത്തൊരു സംവിധാനം. പ്രതി തന്നെ അന്വേഷണം നിയന്ത്രിക്കുക, പ്രോസിക്യൂഷൻ നിയന്ത്രിക്കുക എന്ന വിചിത്രമായ കാഴ്ചയാണ്. തിരിച്ചെത്താം ശ്രീ രാംകുമാർ. ശ്രീ VS മനോജ് കുമാർ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് കേസുകൾക്കുള്ള കാര്യങ്ങൾ അവിടെ അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ് ഈ സംഭാഷണം, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ അതിൽ നിങ്ങൾക്ക് പേടിയുണ്ട്, അല്ലെങ്കിൽ വിശ്വാസമില്ല. ഈ രീതിയിൽ നിങ്ങൾ തന്നെ ഇപ്പോൾ കയ്യാലപ്പുറത്തിരിക്കുന്ന മുന്നണിയുടെ നടത്തിപ്പ് കൊണ്ട് ഈ കേസ് എങ്ങനെ പോകുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് തന്നെ വിശ്വാസമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇത് ജനങ്ങളുടെ മുമ്പിൽ പറയാനുള്ള കാര്യം നിങ്ങൾ ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത്? നിങ്ങൾക്ക് പ്രതിപക്ഷത്തിലേക്ക് ഒരു വാതിലുണ്ടോ എന്ന് അന്വേഷിച്ച് ഉറപ്പിച്ചിട്ടേ നിങ്ങൾ അങ്ങോട്ട് പോവുള്ളൂ, ഈ കാര്യങ്ങളോട് പോവുള്ളൂ. ഇല്ല, അവിടേക്ക് പോകാനൊരു വാതിലില്ലെങ്കിൽ വീണ്ടും വലിഞ്ഞു കയറി UDF തന്നെ നിന്നുകൊണ്ട് ഈ അഴിമതിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അങ്ങനെ പരത്തി ഇല്ലാതാക്കുന്ന ഒരു സ്വഭാവം അവസാനം ഉണ്ടാകുമോ? എന്താണ് നിങ്ങൾക്ക് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ഒരു അവസരമാണ്. നിങ്ങളത് ഈ പറഞ്ഞ മില്ലുടമകളുടെ കാര്യത്തിലും സ്വർണ്ണപ്പണിക്കാരുടെ കാര്യത്തിലും പറയാനുള്ള തെളിവുകളുമായി എന്തിനിനിയും അടയിരിക്കണം? ന്റെ ഭാഗമായി നിൽക്കുകയാണ്. അപ്പം മറ്റൊരു മുന്നണിയിലേക്ക് പോകുന്നതിനെ പക്ഷേ നിങ്ങൾ UDFന്റെ ഭാഗമാണ്, UDF നിങ്ങൾ അങ്ങനെ കാണുന്നില്ല. ശ്രീലാൽ, ഞാനൊന്ന് പറയട്ടെ. പക്ഷേ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹത്തോട് വിവരം ആരും പറഞ്ഞിട്ടില്ല, പ്രത്യേകിച്ചും ബാലകൃഷ്ണപിള്ള എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? പക്ഷേ അദ്ദേഹം പറഞ്ഞതിനകത്തൊരു കാര്യമുള്ളത്, ഈ കോഴ വിവാദം വന്നതിന് ശേഷം ശ്രീ R ബാലകൃഷ്ണപിള്ള സാറ് ഉമ്മൻചാണ്ടി സാറിനെ കണ്ടിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അതിനു മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കാണുമ്പോൾ ഏതാണ്ട് സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ ആദ്യം, എക്സാക്ട് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഞാനത് ഡേറ്റ് ഞാൻ നോക്കിയിട്ട് പറയാം. ബാലകൃഷ്ണപിള്ള സാറും ശ്രീ KB ഗണേഷ് കുമാർ MLAയും ഞാനും കൂടിയാണ് ക്ലിഫ് ഹൗസിൽ ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കാണുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളമുള്ള സംഭാഷണ വേളയിൽ കേരളത്തിലെ മന്ത്രിമാരെക്കുറിച്ചും മന്ത്രിമാരുടെ അഴിമതിയെക്കുറിച്ചും വളരെ വ്യക്തമായി ശ്രീ R ബാലകൃഷ്ണപിള്ള സാറ് ഉമ്മൻചാണ്ടി സാറിനോട് വിശദമായി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഒന്ന്, 50 1 കോടി രൂപ മാണി ബാർ വിഷയത്തിൽ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാബിനറ്റിൽ ഈ ഫയൽ വന്നപ്പോൾ അദ്ദേഹം അതിനെപ്പറ്റി മിണ്ടാതിരുന്നത് എന്ന് ബാലകൃഷ്ണപിള്ള സാറ് പറയുമ്പോൾ ഞാൻ ഐ വിറ്റ്നസ്സാണ്, അത് നിഷേധിക്കാൻ പറ്റില്ല, ഞാൻ ഉണ്ടൊപ്പം. അതുപോലെ തന്നെ മറ്റ് മന്ത്രിമാരുടെ അഴിമതിയെക്കുറിച്ചും അദ്ദേഹം വളരെ വിശദമായി അവിടെ സംസാരിച്ചു. അവിടെ KB ഗണേഷ് കുമാറും കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത് 2-3 മിനിറ്റാണ്. ബാക്കി സമയങ്ങളിൽ മുഴുവനും കേരളത്തിലെ ഗവൺമെൻറ്റിനെക്കുറിച്ചും ഗവൺമെൻറ്റിൽ ശ്രീ ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം ഇരിക്കുന്ന മന്ത്രിമാരുടെ അഴിമതിയെക്കുറിച്ചും മറ്റ് ക്രൂരതകളെക്കുറിച്ചും അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു. എന്നിട്ട് ബഹുമാനായ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല എന്നാണ്. അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ UDFൻ്റെ ഭാഗമാണ് എന്ന് പറയുമ്പോഴും ഞങ്ങളുടെ MLA ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അതെല്ലാം നമ്മൾ അതാത് ദിവസങ്ങളിൽ ചർച്ച ചെയ്ത മനോജ് കുമാർ ഇവിടെ ഉണ്ടായിരുന്നു. ആ ദിവസങ്ങൾ അതിനുള്ള മറുപടി പറയുകയും ചെയ്തു. ഇപ്പോൾ പക്ഷേ മാണിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിനകത്ത് വീണ്ടും ഞങ്ങൾ UDFന്റെ ഭാഗമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ UDF നിങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗൂഢാലോചനയിൽ നിങ്ങൾക്ക് പങ്കുണ്ടെന്ന് പറയുമ്പോൾ ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞ മില്ലു ഓണേഴ്സിൻ്റെയും സ്വർണ്ണപ്പണിക്കാരുടെയും കാര്യങ്ങൾ പുറത്ത് വന്നിട്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ വീണ്ടും ബിജു രമേശിലേക്ക് അടുത്ത ഘട്ടമെന്ത്, വിജിലൻസിൽ പോയിട്ട് കാര്യമില്ല എന്ന് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം ഇതുമായി രാഷ്ട്രീയമായി ഇറങ്ങാൻ പറ്റുന്നത് നിങ്ങൾക്കല്ലേ? നിങ്ങളല്ലേ രാഷ്ട്രീയ പാർട്ടി? ഞാൻ പറഞ്ഞത് ശ്രീ രാംകുമാർ സാർ പറഞ്ഞതുപോലെയാണ്. ഇവിടെ ആരിലാണ് തെളിവ് കൊടുക്കേണ്ടത്? ആരോടാണ് നമ്മൾ തെളിവ്? ജനങ്ങളുടെ മുമ്പിൽ നമുക്ക് എന്ത് തെളിവ് കൊടുക്കാൻ പറ്റും? ഇപ്പോൾ ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞ ഒരു കോൺഫിഡൻഷ്യൽ ടോക്ക് ആണെങ്കിൽ പോലും ആ ടോക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു എൻക്വയറി നടത്തേണ്ടത് ആരാണ്? ഇവിടുത്തെ ഗവൺമെന്റ് ആണ്. ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്. പൊതുസമൂഹം തീർച്ചയായിട്ടും പറയും. ഇതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങൾ പറയുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളുടെ പാർട്ടി ചെയർമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പറയുമെന്ന് പറയുന്നതല്ലാതെ നിങ്ങൾ എന്തുകൊണ്ട് പറയാൻ തയ്യാറല്ല? ഇവിടെ തന്നെ നിങ്ങൾക്ക് പറയേണ്ട ഇതിന്റെ ഒരു പ്രശ്നം ഇതല്ല. ആധികാരികമായി ഞാനല്ല പറയേണ്ടത്, ഞങ്ങളുടെ പാർട്ടിയുടെ ചെയർമാനോ അല്ലെങ്കിൽ MLA ആണ് ഇത് ആധികാരികമായി പറയേണ്ടത്. അതിനകത്തൊരു കാര്യമുള്ളത്, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കെ മാണി സാറിനെ പോലെ ഒരാളെ കുറിച്ച് ഇത്രയധികം വലിയ ആരോപണങ്ങൾ പറഞ്ഞിട്ട് ശ്രീ ബാലകൃഷ്ണപിള്ള സാർ ഇനിയും ആലോചിക്കാൻ കാത്തിരിക്കുകയാണോ? ഈ ദിവസങ്ങൾ കഴിഞ്ഞ് ഇത് വീണ്ടും അവർ നടത്തുന്ന കേരള കോൺഗ്രസ് നടത്തുന്ന ഒരു ഗൂഢാലോചന അന്വേഷിക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട്. അവർ ഇതുപോലെ നിങ്ങളെ പോലെ ഒരാളെ ഇരയെ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ നിങ്ങളും കാത്തിരിക്കുകയാണോ? ഇനിയിപ്പോൾ ഇവിടുത്തെ പ്രശ്നം എവിടെയെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വ്യാപാരി
ഇപ്പോൾ ബിജു രമേഷിനെ പോലെ തിരുവനന്തപുരത്ത് ഇത്രയും വലിയൊരു വ്യവസായി ആയിട്ട് പോലും അദ്ദേഹത്തിന് ത്രെട്ട് ഉണ്ടെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞു. അപ്പോൾ അതുപോലെ കോറി ഓണേഴ്സിൻ്റെ അസോസിയേഷൻ ആയാലും അതുപോലെ മറ്റ് എന്താ പറയുക സ്വർണ്ണക്കടക്കാരുമായി ബന്ധപ്പെട്ടവരായാലും അവർക്കെല്ലാം കേരളത്തിൽ ഈ ഗവൺമെൻറ് ഇരിക്കുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തു പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കേരള സമൂഹം, കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളല്ല, അവർ വ്യക്തമായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തെളിവുകൾ ഇല്ലാതിരുന്നിട്ടും പ്രതിപക്ഷം പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പലരും ഇത് പറയുന്നുണ്ടല്ലോ എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവരുടെ മുമ്പിൽ തെളിവില്ല. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അനുകൂലിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനകത്ത് നടക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതിപക്ഷത്തെ കണ്ടുപിടിക്കുന്നില്ല? അല്ല, ഞങ്ങൾ മാത്രം ഒരു പാർട്ടി, ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ് ബി മാത്രം വിചാരിച്ചാലൊന്നും ഇതുപോലുള്ള വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതികൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കില്ല. അതിനൊരു കൂട്ടായ പ്രവർത്തനം വേണം. ഞാനതാണ് പറഞ്ഞത്, ആദ്യം തന്നെ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഒരു മുന്നണിയിലും ഇല്ലാത്ത അവസ്ഥയിലാണെന്ന് ശ്രീ ലാൽ തന്നെ ഇവിടെ സൂചിപ്പിച്ചു. ഞങ്ങൾ എങ്ങനെ മുന്നണിയിൽ നിൽക്കാൻ പറ്റും? ഞങ്ങൾ പറയുന്ന ആരോപണങ്ങൾ നിരാകരിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ നടപടിയെടുത്തു കൊണ്ടുപോകുന്ന ഒരു മുന്നണിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ആരോപണം ഉന്നയിക്കാൻ പറ്റുമോ? ഇനി നാളത്തെ പ്രശ്നം അത് തന്നെയാണ്. ഞങ്ങളിത് എവിടെ പറയണം? ഞാൻ പറഞ്ഞത് പൊതുസമൂഹം ഇടപെടണം, പൊതുസമൂഹത്തോട് ഇത് പറയണം എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് തെളിവ് കാണിക്കാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ? ഇത് പറയാൻ പറ്റും. ഇത് പറഞ്ഞാൽ ഇതുമായി ഇതിൻ്റെ തെളിവുകളുമായി രംഗത്ത് വരേണ്ടത് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോ. ഞാൻ ചോദിക്കുന്നു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടുത്തെ വിജിലൻസ് എന്തുകൊണ്ട് ഗവൺമെൻറ്റിന് ഒരു എൻക്വയറി ആർ ബാലകൃഷ്ണപിള്ള ഇങ്ങനെ ഒരു പേഴ്സണൽ ടോക്കിൽ പറഞ്ഞു ഇതൊരു എൻക്വയറി ഓർഡർ ചെയ്യാൻ, സൊമോട്ടോവായിട്ട് എൻക്വയറി ഓർഡർ ചെയ്യാൻ എന്തുകൊണ്ട് പറ്റുന്നില്ല? രാംകുമാർ, ഈ നാട്ടിൽ സാധാരണ ജനങ്ങളെ ഹനിക്കുന്ന, അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ ഒരു കത്തെഴുതിയാൽ പോലും കേസ് എടുക്കാനും അന്വേഷണം നടത്താൻ പറയാനും പറ്റുന്ന ഒരു ക്രമമാണ് നമുക്കുള്ളത്. അങ്ങനെ ഉള്ളപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടും ഈ കാര്യങ്ങളിലൊന്നും നിയമവ്യവസ്ഥിതിയും കോടതി പോലും നോക്കുകുത്തികളായി നിൽക്കുന്നു എന്ന് പറയേണ്ടി വരുമോ? അങ്ങേക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെയും ബാർഗെയിനിങ് ആണോ? അതല്ല, ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഗൗരവമായ ആരോപണങ്ങളാണ്. ഉന്നയിക്കുന്ന ആളുകളും ആർക്കെതിരായി ഉന്നയിക്കുന്ന ആളുകളും ഉന്നതരാണ്. സാധാരണ രീതിയിൽ ഒരു വ്യക്തിഹത്യ എന്ന നിലയിലോ ഗൂഢാലോചന എന്ന നിലയിലോ ദുരുദ്ദേശപരമായോ ഒരു ആരോപണം ഉന്നയിച്ചാൽ നിയമപ്രകാരം എന്താ ചെയ്യേണ്ടത്? മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കാം. ഇവിടെ അത് എന്താ ചെയ്യാത്തത്? ഇന്നിപ്പോൾ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞത് ആർ ബാലകൃഷ്ണപിള്ളയുടെ വ്യക്തിവിരോധം കൊണ്ടോ അല്ലെങ്കിൽ ശ്രീ കെ എം മാണി സാറിനെ വ്യക്തിഹത്യ നടത്താനോ ആണെങ്കിൽ മാണി സാറിന് നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ഇന്ന് വരെ ബിജു രമേഷിനെ തരം താത്തി പറയുന്ന മാണി സാറ് ബിജു രമേഷിനെതിരായിട്ട് അപകീർത്തിക്ക് നടപടിയെടുക്കാൻ ഇന്ന് വരെ തയ്യാറാവുന്നില്ല. അതിന് പകരം എല്ലാവരും പറയുന്നതും കളവാണ്, വ്യാജമാണ്, തെളിവ് എവിടെ എന്ന് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പകുതി പോലും അപകീർത്തികരമായി പറഞ്ഞ സന്ദർഭങ്ങളിൽ പല ആളുകളും കോടതിയെ സമീപിച്ച് അപകീർത്തിക്ക് നിയമ നടപടി എടുത്തിട്ടുണ്ട്. ഈ രാജ്യത്തെ നിയമമന്ത്രിക്ക് അത് ആരും ഉപദേശിച്ചു കൊടുക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് അദ്ദേഹം ചെയ്യാൻ ഭയപ്പെടുന്നത്? തിരിച്ചെത്താം. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് കൂടി നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഇത്രയധികം തെളിവുകൾ അല്ലെങ്കിൽ ശബ്ദരേഖകൾ ഒക്കെ പുറത്തു വന്നിരിക്കുന്നു, വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. UDFന്റെ സ്ഥാപകൻ എന്ന് പറയുന്ന ആർ ബാലകൃഷ്ണപിള്ള സാർ തന്നെ പുതിയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. കേരള കോൺഗ്രസ് ബി പോലെ ഒരു പാർട്ടി പകച്ചു നിൽക്കുകയാണ്, എന്താണ് ചെയ്യാൻ പറ്റുക, ഈ വ്യവസ്ഥിതി ഇങ്ങനെയാണ്, നിയമപരമായി ഒന്നും മുന്നോട്ട് പോകില്ല, വിജിലൻസിന് അന്വേഷിക്കാൻ പറ്റാത്ത സാഹചര്യം, തെളിവുകൾ മൊഴികൾ കൊടുത്തതൊക്കെ ചോരുന്ന ഒരു സ്ഥിതി, ഇവിടെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് ബി തന്നെ നോക്കി നിൽക്കുന്നു. അങ്ങനെ ഉള്ള ഒരു സമ്പ്രദായത്തിൽ ഈ പറയുന്ന ബിജു രമേഷ് ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞതാണ് ഇത് തെളിഞ്ഞില്ലെങ്കിൽ. PC ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം അങ്ങ് കേട്ടതാണ്, അദ്ദേഹത്തെ എൻ്റെ ശബ്ദരേഖ പുറത്തു കൊണ്ടുവന്നാൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ആത്മഹത്യകളുടെ വെല്ലുവിളികൾ മാത്രം നടന്ന കാര്യങ്ങൾ മുന്നോട്ട് പോകുമോ? ഇതാണോ നടക്കുക ഇവിടെ? കൂട്ടാത്മഹൂതി എന്ന് പറയണം, കൂട്ടാത്മഹൂതി നടത്തുകയാണ് നല്ലത്. പക്ഷെ ഞാൻ പറയുന്നേ, ഈ UDFന്റെ നേതൃത്വം എന്ത് ചെയ്യുക ഇതെല്ലാം കണ്ടിട്ട്? ഇപ്പം മദ്യം എന്ന ഒരു വിവാദം കൊണ്ടുവന്നിട്ട് ആന്റണി കഴിഞ്ഞ ദിവസം പറഞ്ഞതേ ഉള്ളൂ, മദ്യം കേരളത്തിലെ കോൺഗ്രസിൽ UDFിൽ വലിയ ദുരന്തം ഉണ്ടാക്കുമായിരുന്നു എന്ന്. ഇപ്പോഴും നടക്കുന്ന ദുരന്തമല്ലേ? ദുരന്തങ്ങളുടെ പരമ്പരയാണ് UDFിനെ വേട്ടയാടുന്നത്. ഇതിപ്പോൾ UDF നേതൃത്വത്തിൻ്റെ ശക്തി പോയിരിക്കുന്നു, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ശക്തി പോയിരിക്കുന്നു. എവിടെയാണ് ഉമ്മൻചാണ്ടി, എവിടെയാണ് VM സുധീരൻ? മുമ്പ് 1985 ആർ ബാലകൃഷ്ണപിള്ള എറണാകുളത്ത് ഒരു പ്രസംഗം നടത്തി, പഞ്ചാബ് മോഡൽ പ്രസംഗം എന്ന് പിന്നീട് പ്രസിദ്ധമായ പ്രസംഗം. അദ്ദേഹത്തിന് മന്ത്രിപ്പണി പോയി. എങ്ങനെയാണെന്നറിയാമോ പോയത്?
അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജി കാർത്തികേയൻ ഒരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയെ തുടർന്ന് കെ കരുണാകരൻ, മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ബാലകൃഷ്ണപിള്ളയോട് രാജിവെച്ച് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട്, ഇത്ര വലിയ ദുരന്തങ്ങൾ കണ്ടിട്ട് ഇവിടുത്തെ KPCC അധ്യക്ഷൻ VM സുധീരനും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കണ്ണടച്ച് സഹിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അപമാനകരമാണ്. UDFൻ്റെ അന്തസ്സിന്, കോൺഗ്രസിൻ്റെ അന്തസ്സിന് ചേർന്നതല്ല എന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ലാൽ, പക്ഷേ കേരള കോൺഗ്രസ് പോലെ ഒരു രാഷ്ട്രീയ കക്ഷി ഇത്രയും വലിയ ആരോപണങ്ങൾ പുറത്തേക്ക് വിട്ടിട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെതിരായി ഇത്രയധികം, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെതിരായിട്ടല്ല, KM മാണിക്കെതിരായി വലിയൊരു ആരോപണം തന്നെ പറഞ്ഞിട്ട് ഇപ്പോഴും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു, ഇവരെല്ലാം UDFന് അകത്താണ്, വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോകുന്നു എന്നുള്ള രീതിയിലേക്ക് UDFും പറയുന്നു. ശ്രീ ജേക്കബ് ജോർജ്. അതെ, അല്ല, ഞാൻ മാണിയെ ന്യായീകരിക്കുകയല്ല. ഇതിനകത്ത് സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു വരണം, നല്ല വിശദമായ അന്വേഷണം നടക്കണം, കാര്യം എന്തുമാവട്ടെ. പക്ഷേ UDFൻ്റെ ശത്രു UDFൻ്റെ അകത്ത് തന്നെയാണ്. UDFൻ്റെ അകത്ത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉയരുന്നത്. ഈ ആരോപണങ്ങൾ ഉയരുന്നത് UDFൻ്റെ അകത്ത് നിന്നാണ് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മുടെ ഒപ്പം ചേർന്നുവല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ കേട്ടില്ല, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. 1985 രാജേന്ദ്ര മൈതാനിയിൽ, എറണാകുളത്ത് രാജേന്ദ്ര മൈതാനിയിൽ ആർ ബാലകൃഷ്ണപിള്ള ചെയ്ത പ്രസംഗം, പഞ്ചാബ് മോഡൽ പ്രസംഗം ഒന്ന്, പിന്നീട് പ്രസിദ്ധമായ പ്രസംഗം. അന്ന് ഞാൻ തിരുവനന്തപുരത്ത് റിപ്പോർട്ടറാണ്. മാതൃഭൂമിയുടെ എറണാകുളത്തെ റിപ്പോർട്ടർ, കറസ്പോണ്ടൻ്റ് ആയിരുന്ന സണ്ണിക്കുട്ടി എബ്രഹാമാണ് അത് മാതൃഭൂമിയിൽ റിപ്പോർട്ട് ചെയ്തത്. ആ റിപ്പോർട്ടിൻ്റെ പേരിൽ, മാതൃഭൂമിയിൽ വന്ന റിപ്പോർട്ടിൻ്റെ പേരിൽ ബാലകൃഷ്ണപിള്ളയ്ക്ക് രാജിവെക്കേണ്ടി വന്നു. അതിന് കാരണമായത് അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജി കാർത്തികേയൻ നടത്തിയ പ്രസ്താവനയാണ്. ഇത് ഉണ്ണിത്താനും കേൾക്കാൻ വേണ്ടി ഞാനിപ്പം പറയും, വീണ്ടും ആവർത്തിക്കുകയാണ്, ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അന്ന് ആ ഒരൊറ്റ പ്രസംഗത്തിൻ്റെ പേരിൽ ബാലകൃഷ്ണപിള്ളയെ പുറത്താക്കാൻ പറ്റി. ഇന്ന് പക്ഷേ UDF ഇത്ര വലിയ ആരോപണങ്ങളും ഇത്ര വലിയ ദുരന്തങ്ങളും UDF നേരിട്ടിട്ടും UDF നേതൃത്വത്തിനോ കോൺഗ്രസ് നേതൃത്വത്തിനോ ഒരക്ഷരം പറയാൻ വയ്യാത്ത സ്ഥിതിയാണ് എന്നാണ് ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും ശരി, ചർച്ച ഇത്രയധികം എത്തി നിൽക്കുമ്പോഴാണ് നമുക്കിപ്പോൾ പുതിയ രണ്ട് അതിഥികൾ കൂടി ചർച്ചയിലേക്ക് ചേർന്നിരിക്കുന്നത്. കോൺഗ്രസ് വക്താവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും ഇന്നത്തെയും താരം ശ്രീ ബിജു രമേശും. ശ്രീ ബിജു രമേശ് 31-ാം തീയതി ഒക്ടോബർ 31-ന് പീപ്പിളിൻ്റെ ന്യൂസ് ആൻഡ് വ്യൂസിൽ വിശദമായ വെളിപ്പെടുത്തലുകൾ നടത്തിയതിന് ശേഷമുള്ള വീണ്ടും ഒരു നേർക്കുനേർ ആണ് ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുത്തുകൊണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യമേ ശ്രീ ബിജു രമേശിനോട് തന്നെ ഒന്ന് ചോദിക്കട്ടെ. ശ്രീ ഉണ്ണിത്താൻ, അങ്ങേക്ക് ഇന്ന് എന്നെ പീഡിപ്പിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ്, അത് ഞാൻ തുറന്നു പറയുന്നു ആളുകളുടെ മുമ്പിൽ തന്നെ. ശ്രീ ബിജു രമേശ്, അങ്ങ് ഇപ്പോൾ പല ചാനലുകളിലും മാധ്യമപ്രവർത്തകരെയൊക്കെ കണ്ടു കഴിഞ്ഞു. അതിൽ നിന്നെല്ലാം കിട്ടിയ ഒരു ഗ്ലിംസ് വെച്ച് നോക്കുമ്പോൾ 4 മന്ത്രിമാർ, കോൺഗ്രസുമായി ബന്ധപ്പെട്ട മന്ത്രിമാരുടെ കാര്യങ്ങളാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് B ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ വല്ലാതെ വിഷമിപ്പിക്കുന്നത്. അവരുടെ പേരുകൾ പറയാതെ ബാക്കി എല്ലാവരെയും കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ താങ്കൾ പുറത്തു പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് താങ്കളുടെ വ്യക്തിപരമായ ഒരു അവസ്ഥ മാത്രം നോക്കിയാണോ അവരുടെ പേരുകൾ പറയാത്തത്? ഞാൻ ഒരാളെ പേര് തന്നെ പറഞ്ഞിട്ട് അത് നമുക്ക് പൂർണ്ണമായി തെളിയിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് അന്വേഷണം പോകുന്നത്. അതേസമയത്ത് ഇന്ന് ഭരിക്കുന്ന അന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു ഈ മന്ത്രിസഭ ഒറ്റക്കെട്ടായിട്ട് ഈ അന്വേഷണത്തിനെ നേരിടുമെന്ന്. ആ സമയത്ത് ബാക്കിയുള്ള ഇരിക്കുന്ന മന്ത്രിമാരുടെ പേരുകൾ വെറുതെ ഞാൻ വിളിച്ചു പറയുന്നൊരവസ്ഥയിലേക്ക് എത്തുകയല്ലാതെ അന്വേഷണത്തിന് അതൊരു തുമ്പുണ്ടാക്കാൻ കഴിയാത്തൊരവസ്ഥ നിൽക്കുന്നത് കൊണ്ടാണ് ബാക്കിയുള്ളവരുടെ പേര് കൂടി പറഞ്ഞ് അന്വേഷണത്തെ കൂടുതൽ നിർവീര്യമാക്കാൻ ശ്രമിക്കാത്തത്. അതേസമയത്ത് സെൻട്രൽ ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുന്നോട്ട് വരികയാണെങ്കിൽ അത് സർക്കാർ മുൻകൈയെടുത്ത് മുന്നോട്ടാണ് ചെയ്താൽ കൂടുതൽ നല്ലത്. അത് മുൻകൈ എടുക്കാൻ കോൺഗ്രസ്, എൻ്റെ അടുത്ത് തന്നെ കോൺഗ്രസ് നേതാവ് ഇരിപ്പുണ്ട്, അവരൊക്കെ KPCC ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം, അവരൊക്കെ തന്നെ മുൻകൈ എടുത്തത് മുന്നോട്ട് കൊണ്ടുവന്നാൽ തീർച്ചയായും സെൻട്രൽ ഏജൻസി വരികയാണെങ്കിൽ നമുക്ക് ധൈര്യമായി മൊഴി കൊടുക്കുന്നതിനും എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് മൊഴി കൊടുക്കുന്നതിനും ഈ സമ്മർദ്ദങ്ങൾക്ക്. ബിജു രമേശ്, താങ്കളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ട്, താങ്കൾ ഈ പറഞ്ഞതുപോലെ അതൊക്കെ ഇങ്ങനെ വച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ താങ്കൾക്ക് സെൻട്രൽ ഏജൻസിയെ പോലുള്ള ഒരാൾ ഒരു ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് തെളിയിക്കാൻ പറ്റുമെന്ന വിശ്വാസമുണ്ട്, അത് ശരിയായിരിക്കാം. പക്ഷേ ഈ പേരുകൾ ഇപ്പോൾ പറഞ്ഞത് തന്നെ അങ്ങേക്ക് അപകടമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അത് അന്വേഷണം നടക്കുകയോ അതിൻ്റെതായ രീതിക്ക് മുന്നോട്ട് പോവുകയോ ചെയ്യുന്നു. അത് ജനങ്ങളുടെ മുമ്പിലുണ്ട്. അവർ താങ്കൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അങ്ങ് ആ സമയത്തിനകത്ത് കാര്യങ്ങൾ ചെയ്ത വ്യക്തി എന്നുള്ള നിലയ്ക്ക് താങ്കളെ വിശ്വാസത്തിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ അർത്ഥത്തിൽ അതിൻ്റെ കാര്യങ്ങൾ തെളിഞ്ഞു വരണം നിയമപരമായിട്ടെന്നുള്ളത് മറ്റൊരു വശം തന്നെ. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈ പേരുകൾ ഇനിയും ബാക്കി വച്ചിരിക്കുന്നത് എന്തിനാണ്? അതും അങ്ങേക്ക് പറയാമല്ലോ, ഈ പറഞ്ഞതുപോലെയല്ലേ അതിനും സംഭവിക്കുകയുള്ളൂ.
സത്യത്തിൽ ഇവരുടെ മറ്റുള്ള പേരുകൾ പറയാത്തത് കൊണ്ടാണ് എനിക്ക് ഒരു ബലമായിരിക്കുന്ന കാര്യം. അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് സംരക്ഷണം കിട്ടും. എനിക്കൊരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവരോട് പറയാം, എന്താ എനിക്ക് എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്, എന്നെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ സാധനം കൂടി എടുത്ത് പുറത്തോട്ട് വയ്ക്കുമെന്ന്. അപ്പോൾ അങ്ങേ ഇപ്പോൾ ശരിക്കും സംരക്ഷിക്കുന്നത് കോൺഗ്രസിലെ ആ 4 മന്ത്രിമാരാണ്. തീർച്ചയായിട്ടും. എനിക്ക് എവിടെയെങ്കിലും മാണി സാറോ ആരെങ്കിലും എന്നെ കയറി അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഇവരാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഷീൽഡ്. ഇതാണ് എൻ്റെ പരിച. ഈ സാധനം എൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം ഇവരെന്നെ ഭയപ്പെടും, ഇവരെന്നെ പേടിക്കും. ഞാനിത് വിളിച്ച് പറയും എന്നുള്ള വിളിച്ച് പറയുന്നതിൽ എനിക്ക് പേടിയില്ല എന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അവരുടെ കണ്ടന്റുകളും കാര്യങ്ങളും എൻ്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം അവരുടെ വീഡിയോയും കൂടിയുണ്ട്. ശ്രീ ബിജു രമേശ്, ഇത്രയും കാര്യങ്ങൾ താങ്കൾ അവരെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ താങ്കൾക്ക് വേണമെങ്കിൽ താങ്കൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവരെ പേടിപ്പിച്ച് നടത്തിയെടുക്കുകയും ചെയ്യാം. ഞാൻ ഒരു ആവശ്യത്തിനും ഒരു ശുപാർശയ്ക്ക് ഞാൻ അവരെ ആരെയും കാണാൻ പോയിട്ടില്ല, പോകത്തുമില്ല. പക്ഷേ എന്നെ ഉപദ്രവിക്കുന്ന അവസ്ഥ കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഒരു കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു മന്ത്രിയാണ്, അതുപോലെ ഒരു വലിയ ഘടകകക്ഷിയുടെയാണ്. അവരെ കൂടെ വളരെ തരംതാണ രീതിയിലുള്ള PC ജോർജ് ഉൾപ്പെടെയുള്ള MLA-മാരുണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്തവരുണ്ട്. പല ഭീഷണികളും PC ജോർജ് പറയുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. ഞാൻ ശക്തമായി തന്നെ നിൽക്കും. പക്ഷേ ഔദ്യോഗിക തലത്തിൽ ഗവൺമെൻറ് തലത്തിൽ എനിക്കെതിരെ കരുക്കൾ നീക്കിയാൽ ഇപ്പോൾ തന്നെ അഡീഷണൽ DGPയുടെ കാര്യം നോക്കാമല്ലോ. അദ്ദേഹം ഈ കേസ് രജിസ്റ്റർ ചെയ്യണതിന് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നാണ് DGPയും അഡീഷണൽ DGP ജേക്കബ് തോമസ് സാറും. അദ്ദേഹത്തിനെതിരെ വക്കീലന്മാർ കൂടിയാലോചിച്ച് മാണി സാറിൻ്റെ നിയമ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു പബ്ലിക് ലിറ്റിഗേഷൻ കൊണ്ടുവന്നിട്ട് 75,000 രൂപയ്ക്ക് ഓഫീസ് റൂം ഫർണിഷ് ചെയ്തു എന്നുള്ള അലിഗേഷനാണ്. അത് ഹൈക്കോടതിയിൽ വരെയും അദ്ദേഹത്തിന് നോട്ടീസ് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞതാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. അദ്ദേഹത്തെ മാറ്റുന്നതിലേക്ക് വേണ്ടിയുള്ള അവരുടെ പണിയുടെ തുടക്കമാണ്. അഡീഷണൽ DGPയെ മാറ്റുന്നതിലേക്ക് വേണ്ടി അദ്ദേഹത്തിനെതിരെ കേസ് ഈ 2 ദിവസമായിട്ടായിരിക്കും. ഈ ദിവസം അന്ന് പുറത്തു വിടാമെന്ന് അങ്ങ് എന്തുകൊണ്ട് കരുതി? ഇത്രയും ദിവസം എന്തിനു നീക്കി വെച്ചു? 80 ദിവസങ്ങളായി അങ്ങ് ഇത് അന്ന് എന്നോട് ഈ ചർച്ചയിൽ പറഞ്ഞതിന് ശേഷം 80-ാം ദിവസമാണ് ഇന്ന്. ഈ ദിവസം വരെ എന്തിനങ്ങ് കാത്തിരുന്നു? ഒരു തെളിവ് കൂടി, ചെറിയൊരു ശകലം കൂടി പുറത്തേക്ക് വിടാൻ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ പല ചർച്ചകളിൽ ഇവിടെ പറയുന്നത് കേട്ട് എവിടെ 3-ാം ദിനം പറയുമെന്ന് പറഞ്ഞ ബിജു രമേശ് എവിടെ എന്നാണ് ചോദിച്ചത്. ഞാൻ ശബ്ദരേഖയൊന്നും പുറത്ത് വിട്ടിട്ടില്ല. ഇന്ന് വിട്ട ശബ്ദരേഖ എന്ന് വെച്ചാൽ ഇന്നലെ PC ജോർജ് 2-3 ചാനലുകളിലേക്ക് വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബിജു രമേശിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ തെളിയിക്കാമെങ്കിൽ PC ജോർജ് ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ ഇന്നലെ മാതൃഭൂമി ചാനൽ പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹം എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ശബ്ദരേഖ ഞാൻ പുറത്തു വിടാമെന്ന് പറഞ്ഞു. അതാണ് പുറത്തു വിട്ടത്. ഞാൻ ഒരു നിമിഷം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക് വരികയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇതാണ് ശ്രീ ബിജു രമേശിൻ്റെ അവസ്ഥ. അദ്ദേഹത്തെ ഒന്ന് വെല്ലുവിളിച്ചാൽ മാത്രമേ അടുത്ത ദിവസം തെളിവുകൾ പുറത്തേക്ക് വരൂ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസവും ചർച്ചകളിൽ പറയുന്നത് കേട്ടു, കോൺഗ്രസ് ഇടതുപക്ഷമാണ് ഇവിടെ ഭരിച്ചിരുന്നെങ്കിൽ അവരുടെ മന്ത്രിമാരെ കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക? ആ മന്ത്രി അവിടെ ഉണ്ടാകുമോ? അതല്ലെങ്കിൽ പറഞ്ഞ ആളുകൾക്കെതിരെ തെറ്റായ ആരോപണമാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇവിടെ കോൺഗ്രസ് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, സർക്കാർ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വേവലാതിപ്പെട്ട ഒരാളാണ് അങ്ങ്. അങ്ങേക്ക് വേണമെങ്കിൽ ഈ തെളിവ് ശരിക്കും പുറത്തേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ശ്രീ ബിജു രമേശിനെ വെല്ലുവിളിക്കൂ ഇപ്പോൾ. അല്ല, ഈ ചാനൽ ചർച്ചയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അഡ്വക്കേറ്റ് രാംകുമാർ കൂടി പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹവും ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയാണ്. ലാലിൻ്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ബിജു രമേശിനെ കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ അടുത്ത് കിട്ടുന്നത് വളരെ അപൂർവമായൊരു കാര്യമാണ്. ഞാൻ പറയാം. ശ്രീ ബിജു രമേശ് കേരളത്തിലെ ഒരു UDF മന്ത്രിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു. ആരോപണത്തിന് അടിസ്ഥാനമുണ്ട്, തെളിവുകളുണ്ട്, രേഖകളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ചർച്ച ആങ്കർ ചെയ്യുന്ന ലാൽ തന്നെ പറയുന്നു 80 ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട്. അദ്ദേഹം തന്നെ കേരളത്തിലെ സകല ചാനലുകളോടും പറഞ്ഞു, സംസ്ഥാന ഗവൺമെൻറ് കേസെടുത്ത് അന്വേഷണം നടത്തിയാൽ തെളിവുകൾ ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ്. അങ്ങനെ സംസ്ഥാന ഗവൺമെൻറ് കേസെടുത്ത് അന്വേഷിക്കുന്നില്ലെങ്കിൽ ഞാൻ ഹൈക്കോടതിയെ സമീപിക്കും, തെളിവുകൾ അവിടെ കൊടുക്കും, ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവ് ഞാൻ സമ്പാദിച്ച് ഈ കേസ് അന്വേഷിക്കും. ഞാനിവിടെ പറഞ്ഞത് ശ്രീ KM മാണി 1 കോടി രൂപ വാങ്ങിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. ആ ആരോപണത്തിന് അടിസ്ഥാനമുണ്ടെങ്കിൽ, ആ രേഖകളുണ്ടെങ്കിൽ, തെളിവുകളുണ്ടെങ്കിൽ, അത് ശബ്ദരേഖയാകട്ടെ അല്ലെങ്കിൽ മൊബൈലിൽ പകർത്തിയ ദൃശ്യരേഖയാകട്ടെ, ആ രേഖ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിടയ്ക്ക് ഇന്ന് വരെ അദ്ദേഹം സമർപ്പിച്ചിട്ടില്ല. പോട്ടെ, ഈ ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസമെങ്കിൽ കേരളത്തിൽ ഇന്ന് അദ്ദേഹത്തിന് ഇത്രയധികം പ്രചാരമുണ്ടാക്കി കൊടുത്ത കൈരളി അടക്കമുള്ള മാധ്യമ സുഹൃത്തുക്കളെടുത്ത് അദ്ദേഹം ഇന്ന് ലോക്കറിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന രേഖ കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഈ ക്യാബിനറ്റിൻ്റെ ഒരു പതനമല്ലേ ഉണ്ടാകാൻ പോകുന്നത്? അല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കാര്യം ആ രേഖ പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന എല്ലാ സംഭവങ്ങളൊക്കെ തിരിഞ്ഞു.
ഇന്ന് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെയും അല്ലെങ്കിൽ ശ്രീ PC ജോർജിനെതിരെയും ചില കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. അതൊന്നും ഈ പ്രധാനപ്പെട്ട കേസുമായി കണക്ട് ചെയ്ത കാര്യങ്ങളല്ല. ആണോ? ഒരു കണക്ഷനുമില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീ ബിജു രമേശിനോട് എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്, കേരളത്തിലെ ചാനലുകാരും ബിജു രമേശും കൂടി നമ്മുടെ കേരളത്തിലെ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇതിനൊരു അവസാനം വേണം. ഞാൻ പറയട്ടെ, ഒരു സെക്കൻഡ് കൂടെ. ഞാൻ പറഞ്ഞത് ശ്രീ KM മാണിക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകൾ പോലീസിന്റെ അടുത്ത് ഹാജരാക്കാൻ അദ്ദേഹത്തിന് സുഹൃത്തുക്കൾക്ക് ഹാജരാക്കണം. അതല്ല, KM മാണി സാറിനെതിരായിട്ടുള്ള തെളിവ് മാത്രം അങ്ങേക്ക് മതിയോ? 4 കോൺഗ്രസ് മന്ത്രിമാരുടെ പേരറിയണ്ടേ? തീർച്ചയായിട്ടും അറിയണം. ആ 4 കോൺഗ്രസ് മന്ത്രിമാരുടെ പേരും അവർക്കെതിരെയുള്ള തെളിവുകളും പുറത്തു കൊണ്ടുവരണം. പക്ഷേ അദ്ദേഹം ഞാൻ ഒറ്റ കാര്യം പറയാം. കേരളത്തിലെ ഒരു പ്രബലനായ മന്ത്രിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് ഇന്ന് വരെ ഒരു പോറൽ പോലും ഏൽക്കാതാണ് ശ്രീ ബിജു രമേശ് കേരളത്തിൽ. ഡോക്ടർ ബിജു രമേശ്, ഇത് താങ്കൾ അത്ര ചെറിയ പുള്ളിയൊന്നും അല്ല. അങ്ങ് ഈ ശബ്ദമൊക്കെ ആളുകളോട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്യാൻ മിടുക്കുള്ള ഒരു വ്യക്തി തന്നെയാണ്. അങ്ങൊരു ബിസിനസ്സുകാരനാണ്. അതുകൊണ്ട് ഒരു നല്ല പാവം പോലെ ഇരിക്കുന്ന ഒരാളാണെന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നതിനെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഞാൻ ഒറ്റ കാര്യം പറയാം. ഞാൻ ശ്രീ ബിജു രമേശ് ഒരു മദ്യ വ്യവസായി ആണെങ്കിലും അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം ഡോക്ടർ രമേശ് എന്ന് അദ്ദേഹത്തിനെ ഇന്ന് വരെ പറഞ്ഞോട്ടെ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മാന്യമായി ജീവിക്കുന്ന ആളുകളെ ഫോണിൽ വിളിച്ചിട്ട് ആ ഫോൺ സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് ആ റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങൾ പൊതുജനങ്ങളെ ചാനലിലൂടെ കേൾപ്പിച്ച ശ്രീ ബിജു രമേശിന്റെ നടപടി അദ്ദേഹത്തിന്റെ നിലവാരത്തിനും അന്തസ്സിനും അദ്ദേഹത്തിന് ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ ലാലെ ഇത്രയും വലിയ ആരോപണം ഉന്നയിച്ചിട്ട് അദ്ദേഹത്തിന് എന്താ ഇവിടെ ജീവിക്കാൻ ചോദ്യമാണ് ഡോക്ടർ ബിജു രമേശ്. ആരോപണം വരുന്നതിന് മുമ്പ് പ്രതിപക്ഷ ഭരണപക്ഷ ഭേദമില്ലാതെ വലിയ മാന്യത ഉണ്ടായിരുന്ന ശ്രീ KM മാണി സാറിനെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് 80-ാം ദിവസവും അതിശക്തനായി നിൽക്കുന്നു. അങ്ങ് ഇനി ഒന്നും പറയണ്ട. 4 മന്ത്രിമാരുടെ പേര് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുള്ളത് പറയരുത്. 4 വേണ്ട, അങ്ങക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ആ 4-ൽ ഒരെണ്ണമെങ്കിലും പറയുന്നത് തന്നെയാണ് അഭികാമ്യം. ഡോക്ടർ ബിജു രമേശ്, ഞാനിങ്ങനെ നടന്നു വരുന്നത് കാണുന്നതിന് ഡോക്ടർ ലാലിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പക്ഷെ അന്ന് ഇതുപോലെ അങ്ങേ ഞാൻ പറയിക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങ് ഇതേ ചോദ്യം ചോദിച്ചതാണ്. അന്നിവിടെ ചാനൽ ചർച്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സുഹൃത്തുക്കളും ബാക്കിയുള്ളവർക്കും എല്ലാം കേട്ടോണ്ടിരുന്നവർക്ക് ടെൻഷനായിട്ട് ഞാൻ കൈരളി ചാനലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏകദേശം 100ഓളം പേര് എൻ്റെ സംരക്ഷണത്തിനായിട്ട് ഓടിയെത്തി എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയന്നിട്ട്. ഇന്ന് ജനങ്ങൾ മുഴുവനുണ്ടോ കൂടെ? അങ്ങ് പറയുന്നത് സത്യമാണെങ്കിൽ കേരള കോൺഗ്രസ് ബി ഒറ്റയടിക്ക് അദ്ദേഹത്തിന്റെ കൊട്ടാരക്കരയുള്ള എല്ലാവരും അങ്ങയുടെ കൂടെ. അതുകൊണ്ട് തന്നെ ഇവിടെ കേരള കോൺഗ്രസ് വളരെ കുറവാണെന്ന് ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴും പറയാം കോസ്റ്റൽ ബെൽറ്റിലുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാം എത്തിയതെന്ന്. അപ്പോൾ ഇത് ബാക്കി കോൺഗ്രസിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്വേഷിക്കേണ്ടത് കോൺഗ്രസ് ആണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ളവരാണ്, ഏത് ഭാഗത്തുള്ള കോൺഗ്രസ്സുകാരാണ് വരിക? അങ്ങനെ ഇപ്പോൾ ഒരു മന്ത്രിയുടെ പേര് പറഞ്ഞാൽ കോസ്റ്റൽ ബെൽറ്റിലുള്ളവരാണോ വരിക, അതോ എറണാകുളം സൈഡിലുള്ളവരാണോ വരിക? ഞാനത് പറയില്ല. ഡോക്ടർ ലാല് എന്നെ സമ്മർദ്ദം ചെലുത്തേണ്ട, പറഞ്ഞു നോക്കേണ്ട, കിണ്ടിയാൽ ഞാൻ പറയില്ല. ഒരെണ്ണം പറഞ്ഞു. അതിൻ്റെ ഫൈനൽ തീരുമാനം അന്വേഷണം എവിടെ എത്തും എന്നതിന് ശേഷം മാത്രം തെളിയിക്കാൻ കഴിയാതെ ഞാൻ ഓരോരുത്തരെയും പേര് വിളിച്ച് പറഞ്ഞു. തീർച്ചയായിട്ടും അത് തെറ്റാണ്. പക്ഷെ 4 പേരിൽ ഒരാളുടെ കോൺഗ്രസിനെ കുറിച്ച് അങ്ങ് തൊടുന്നില്ല എന്നുള്ളത് അങ്ങയുടെ ആരോപണമാണ്. ആ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാൻ അങ്ങേക്ക് ബാധ്യതയുണ്ട്. അങ്ങ് 4 മന്ത്രിമാരുടെ പേരും പറയണ്ട, അത് ഞാനിപ്പോൾ ഇവിടെ പറയുന്നു. പക്ഷേ അങ്ങ് കോൺഗ്രസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, മുഖ്യമന്ത്രിയുടെ പിന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ കളിക്കുന്നു എന്നൊക്കെയുള്ള മറ്റുള്ളവരുടെ ആരോപണമുണ്ട്. അതിന് വെല്ലുവിളിയായിട്ടെങ്കിലും ഒരു കോൺഗ്രസ് മന്ത്രിയുടെ പേരോ അല്ലെങ്കിൽ അതിൻ്റെ സൂചനയോ നൽകുന്നത് തന്നെയാണ് ജനങ്ങളുടെ മുമ്പിൽ അങ്ങയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുക. ഇല്ല, ഞാൻ എത്ര പറഞ്ഞാലും ശരിയാണ്, ഞാൻ ബാക്കിയുള്ളവരുടെ പേര് പറയില്ല. ആദ്യം പറഞ്ഞത് തെളിയിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഞാൻ ബാക്കി ഓരോരുത്തരെയും കൂടെ പ്രതിക്കൂട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കാര്യമില്ല. മാണി സാറിനെതിരെ പറയാൻ കാര്യം ഏറ്റവും കൂടുതൽ ഇവിടെ അഴിമതി നടത്തിക്കൊണ്ടിരുന്ന മന്ത്രി എന്ന് പറഞ്ഞിരുന്നത് KM മാണി സാറാണ്. അതുകൊണ്ട് തന്നെ മാണി സാറിൻ്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞത്. അത് പറയാൻ ചില സാഹചര്യങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞു പോയതാണ്. ആ പറഞ്ഞെങ്കിൽ തന്നെ അതിൽ ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ തെളിയിക്കുന്നത് വരെ അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. വെറുതെ എല്ലാവരെയും പേര് വിളിച്ച് പറഞ്ഞിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഏറ്റെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോഴും എനിക്കില്ല. പക്ഷേ അന്ന് അങ്ങ് പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. എക്സൈസ് മന്ത്രി ശ്രീ K ബാബു അല്ലെങ്കിൽ മറ്റ് ചില മന്ത്രിമാരുടെ പേരുകളൊക്കെ പറഞ്ഞിട്ട് അങ്ങയോട് ചോദിച്ചു, ഇവരില്ല എന്ന് അങ്ങ് പറയുന്നുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ അവരില്ല എന്ന് പറയുന്നില്ല എന്നാണ് അങ്ങ് പറഞ്ഞത്. അതിപ്പോഴും പറയുന്നുണ്ടോ?
ഡോക്ടർ ലാലെ ഞാൻ ആരുടെ പേരും ഇല്ല എന്നും ഉണ്ടെന്നും ഒന്നും പറയില്ല. കാരണം അതിങ്ങനെ പറഞ്ഞ് നിങ്ങൾ GS പ്രദീപ് ചോദിക്കും പോലെ ചോദിച്ച് കൊണ്ടുവന്ന് എന്നെ കൊണ്ടുവന്ന് പറയിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാനത് പറയില്ല. ഞാൻ പറഞ്ഞ സാധ്യത തെളിയിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ നോക്കുന്നത്. ഇതിപ്പോൾ ഈ വിജിലൻസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ ഇപ്പം ശ്രീ സുനിൽകുമാറൊക്കെ കോടതിയിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അവരൊക്കെ പ്രതിപക്ഷങ്ങളുണ്ട്, അവരത് ഏറ്റെടുക്കുന്നുണ്ട്. അവർക്ക് കഴിയാതെ വരുന്നൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നെങ്കിൽ ഞാനത് ഏറ്റെടുത്ത് കോടതിയിലേക്ക് പോകും. ഇപ്പോൾ അങ്ങ് പറഞ്ഞിരിക്കുന്നത് ശരി. നമുക്ക് കോൺഗ്രസ് മന്ത്രിമാരെ കുറിച്ച് അതല്ല, ഈ ബിജു രമേശ് പറഞ്ഞത് ദാണ്ട് ഒരു ലോയർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷം ഈ കേസ് ഏറ്റെടുക്കാൻ പോകുന്നുണ്ട്. കേസ് ഏറ്റെടുത്ത് അവർക്ക് സാധിക്കാതെ വന്നാൽ പുള്ളി തെളിയിക്കുന്ന ഈ ആരോപണം ഉന്നയിച്ച ബിജു രമേശിന്റെ ആത്യന്തികമായ ഉത്തരവാദിത്വമാണ് ഈ ആരോപണം തെളിയിക്കുക എന്നുള്ളത്. അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കേണ്ട കേസല്ല. രാംകുമാർ, ഈ ഘട്ടത്തിൽ അങ്ങേക്കൊന്ന് ഇടപെടാം. ഈ സോളാർ തട്ടിപ്പ് കേസിൽ ആരോപണം ഉന്നയിച്ച ശ്രീധരൻ നായർ കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകർക്കാനും അദ്ദേഹത്തെ ദേഹോപദ്രവമേൽപ്പിക്കാനും ശ്രമങ്ങളുണ്ടെന്ന്. ശ്രീ ബിജു രമേശിനും അതുപോലൊരു തോന്നലുണ്ടാവുന്നതിൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റൂ. കാരണം അദ്ദേഹം മൊഴി കൊടുക്കുന്നത് കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ ശക്തികൾക്കെതിരാണ്. ആ ശക്തികളാണ് ഈ രാജ്യത്തിൻ്റെ നിയമ യന്ത്രങ്ങളും പോലീസും വിജിലൻസും എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം രക്ഷയിൽ ഒരു ഭീതി തോന്നുന്നതിൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പാടൂ. മറ്റൊരു ശ്രീധരൻ നായരാവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എന്ന് നിലപാടെടുക്കുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ നിർത്തിയിട്ടുണ്ടോ? ശ്രീധരൻ നായർക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് ഏതെങ്കിലും UDFിലോ അല്ലെങ്കിൽ അതിനോട് അനുഭാവം പുലർത്തുന്ന ആളുകൾക്കോ സധൈര്യം പറയാൻ പറ്റുമോ? കളവാണെങ്കിൽ ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പാകെ അദ്ദേഹം മൊഴി കൊടുക്കൂ. അതിൻ്റെ ആവർത്തനം ഉണ്ടാകരുത് എന്ന് മാത്രമേ ബിജു രമേശ് പറയുന്നുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ ആ വക്കീലിനോട് ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ ബഹുമാന്യനായ ശ്രീ രാംകുമാർ വക്കീൽ കേൾക്കാനായിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. ഈ ആരോപണം ഉന്നയിക്കുന്നതിന് മുമ്പ് ശ്രീ ബിജു രമേശിൻ്റെ വ്യാവസായിക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളുടെ കളക്ഷനും ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷമുള്ള കളക്ഷനും തമ്മിലൊരു താരതമ്യം നടത്തിയിട്ട് എന്തെങ്കിലും ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് ഒരു കോട്ടമോ അല്ലെങ്കിൽ കളക്ഷനിലൊരു കുറവോ വന്നെന്ന് പറഞ്ഞാൽ അങ്ങ് പറയുന്ന ഞാൻ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിന് ഈ ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ തെളിയിക്കാൻ തയ്യാറാണ്. തീർച്ചയായും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന്റെ മറ്റൊരു കാര്യമാണ് തെളിയിക്കേണ്ടത് ജനങ്ങൾക്ക് മുമ്പിൽ. ഇപ്പോൾ ഈ 4 മന്ത്രിമാർ ഉണ്ടെന്നോ ഇല്ലെന്നോ, അല്ലെങ്കിൽ ഈ ആരോപണം പറഞ്ഞ ഡോക്ടർ ബിജു രമേശിനെ ഉടനെ അഴിക്കകത്താക്കാനുള്ള ഒരു നിലപാടാണ് അങ്ങേപ്പോലുള്ളവർ കാണിക്കേണ്ടത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഈ ആരോപണം പറഞ്ഞ ഡോക്ടർ ബിജു രമേശ് ഇപ്പോഴും ഈ ചാനൽ അങ്ങയുടെ അടുത്തിരുന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നു. അത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തെ അഴിക്കുള്ളിലാക്കാൻ അങ്ങേപ്പോലുള്ളവർ ശ്രമിക്കുകയാണ് വേണ്ടത്, അല്ലാതെ മറ്റ് ആരോപണങ്ങൾ ഉന്നയിക്കുകയോ അത് തെളിയിക്കാൻ വേണ്ടി മറ്റുള്ളവരെ വെല്ലുവിളിക്കുകയോ അല്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവാണ്. ഞാൻ കേരളത്തിലെ മന്ത്രിയായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഞാൻ മന്ത്രിയല്ലല്ലോ. കോൺഗ്രസ് പാർട്ടിയുടെ വക്താവ് എന്ന നിലയ്ക്ക് ഇതിൻ്റെ ന്യായാന്യായങ്ങളെക്കുറിച്ച് പറയലല്ലാതെ ഈ ഐക്യജനാധിപത്യ മുന്നണിയിലെ ഒരു മന്ത്രിയായിരുന്നു ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെങ്കിൽ ശ്രീ ബിജു രമേശ് രണ്ടാമതൊരിക്കൽ കൂടി ഈ ആരോപണം ഉന്നയിച്ച് തെളിയിക്കാതെ ഒരു ആരോപണം ഉന്നയിക്കത്തില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അതായത് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം കയറി അതല്ല പറഞ്ഞേ, ഈ രാജ്യത്ത് ആർക്കും എന്തുമാകാമെന്നുള്ള സ്ഥിതി ശരിയല്ല രമേശ്. നിങ്ങൾ ഒരു ആരോപണം ഉന്നയിച്ച ഒരു മന്ത്രിക്കെതിരെയാണ്. ആ ആരോപണം തെളിയിക്കാനുള്ള ബാധ്യത എന്തുകൊണ്ട് നിങ്ങൾ നിറവേറ്റുന്നില്ല? എന്തുകൊണ്ട് നിറവേറ്റുന്നില്ല? അത് നിറവേറ്റാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ കേരളത്തിലെ പൊതുജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം കാണിക്കണം. കാരണം നിങ്ങളിൽ നിന്ന് അറിയാൻ കേരളത്തിലെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു ആരോപണം പറയുമ്പോൾ ആ ആരോപണത്തിന് എന്തെങ്കിലും സൂചന കൊടുക്കുക തന്നെയാണ് വേണ്ടത്. അങ്ങ് ഇപ്പോഴും അങ്ങയുടെ അവിടെ കയറി റെഡി ചെയ്യുന്നില്ല. അങ്ങ് വളരെ ധൈര്യത്തോടു കൂടി നിൽക്കുന്നു. അങ്ങക്ക് നടന്നു വരാൻ യാതൊരു കുഴപ്പമില്ല. അങ്ങനെ ചെയ്യുന്ന മാന്യമായ ഒരു കോൺഗ്രസ് സർക്കാരിനെ കുറിച്ചാണോ അങ്ങ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? 4 മന്ത്രിമാരുടെ പേരുണ്ടെങ്കിൽ അതിലൊരു മന്ത്രിയുടെ പേരെങ്കിലും പറയണ്ടേ? അതില്ലെങ്കിൽ എന്തിനീ ആരോപണം പറയണം? ലാലെ, ഈ സാധനം കയ്യിലുണ്ടെന്ന് പറയാൻ തുടങ്ങിയിട്ട് ദിവസം 80 സാധനം കാണണം. ഡോക്ടർ ബിജു രമേശിനെ കുറിച്ച് സാധനം ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരൂ. ശ്രീ രാജ്മോഹൻ പറയട്ടെ, അഴിമതിക്കാരായ മന്ത്രിമാരെ ഒന്നും വിടരുത്. ഡോക്ടർ ബിജു രമേശ് ഇരുമ്പടികൾ സമയം രാജ്മോഹൻ ഉണ്ണിത്താൻ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പറയില്ല. ഇത് അങ്ങയുടെ മറ്റൊരളവാണ്. അദ്ദേഹം പറയാനുള്ള സമയം കൂടെ കവർന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയില്ലല്ലോ പേര്. ഡോക്ടർ ബിജു രമേശ് പേര് പറയൂ.
ഞാൻ പേര് പറയില്ല എന്ന് പറഞ്ഞല്ലോ. കാര്യം ഇപ്പം തന്നെ പറഞ്ഞു എൻ്റെ സ്ഥാപനങ്ങളൊന്നും കയറി ഇതുവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള സാഹചര്യം ഇത് തന്നെയാണ്. നിങ്ങൾ സ്തുത്യർഹമായി ദിവസവും രാത്രി ചാനൽ വന്നിരുന്ന UDF-നെയും അതിലെ മന്ത്രിമാരെയും അപമാനിക്കുന്നു, അവഹേളിക്കുന്നു, അപകീർത്തിപ്പെടുത്തുന്നു. നിങ്ങൾ ചെയ്യാവുന്ന മാക്സിമം ചെയ്തിട്ടും ഞങ്ങൾ തിരിച്ചൊന്നും ചെയ്യില്ല. ഡോക്ടർ ബിജു രമേശ്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെ ശക്തനായ ഒരു കോൺഗ്രസ് വക്താവിന്റെ സപ്പോർട്ട് അങ്ങേക്കുണ്ട്. ആർ ബാലകൃഷ്ണ പിള്ളയെ പോലെ UDF-ന്റെ ഒരു നേതാവിന്റെ എല്ലാ സപ്പോർട്ടും ഉണ്ട്. അഡ്വക്കേറ്റ് രാംകുമാറിനെ പോലെയുള്ള നിയമപരമായ എല്ലാ പരിരക്ഷയും അങ്ങേക്ക് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കേരളത്തിലെ പൊതുജനം കാത്തിരിക്കുന്ന കാര്യമാണ്. അങ്ങ് മറ്റെന്തോ ഉദ്ദേശത്തോടു കൂടിയാണ് പറയാത്തത് എന്നുള്ളത് ആരെങ്കിലും സംശയിച്ചാൽ പിന്നെ എന്താ? ഡോക്ടർ ലാല ഒരു മണ്ണ് ഈ ഡോക്ടർ ബിജു രമേശിന്റെ ദേഹത്ത് നുള്ളിയിടില്ല. അങ്ങ് കേരളത്തിലെ പൊതുജന സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് അവർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ആ തെളിവുകൾ അങ്ങ് പുറത്തു വിടണം. എല്ലാം അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ തെളിവും നിയമപരമായിട്ടുള്ള ബാക്കി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഡോക്ടർ ബിജു രമേശ്, അങ്ങ് എന്തെങ്കിലുമൊക്കെ കൂടുതൽ പറഞ്ഞില്ലെങ്കിൽ അങ്ങ് ചിലരുടെ പക്ഷത്താണെന്ന് തെറ്റിദ്ധരിക്കപ്പെടും. അത് നമ്മൾ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഞാനിതുമായി ബന്ധപ്പെട്ട രേഖകളുമായി വിജിലൻസിന് നാളെ വളരെ നിർണായകമായ രേഖകൾ നാളെ ഞാൻ വിജിലൻസിന് മാണി സാറുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കും. അതിൻ്റെ എല്ലാം ഏകദേശം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നാളെ കൊണ്ടുപോയി വിജിലൻസ് SP-ക്ക് കൈമാറും. എനിക്കൊരു കാര്യം പറയാനുള്ളത്, അല്ല, അപ്പം നാളെ ഈ പറഞ്ഞ KM മാണി സാറിനെതിരായിട്ടുള്ള തെളിവ് തന്നെയാണ് കൈമാറാൻ പോകുന്നത്. കൈമാറും. യെസ്, അത് വലിയൊരു വാർത്തയാണ്. ആ വാർത്ത കൈമാറിയിട്ട് ആ തെളിവ് എന്താണെന്ന് നമ്മൾ അറിയണമല്ലോ. അറിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എല്ലാം വാശി പിടിക്കരുത്. വാശി പിടിക്കുന്നില്ല. അങ്ങ് അങ്ങനെ പറഞ്ഞാൽ ബിജു രമേശിനെ അദ്ദേഹത്തിന്റെ ദേഹത്തൊരു മണ്ണ് നുള്ളിയിടാതെ ഈ കാര്യങ്ങൾ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ ചില നിർണായകമായ ചില തെളിവുകളും രേഖകളും സാക്ഷിമൊഴികളുടെ ഡീറ്റെയിൽസുകളുമൊക്കെ ഞാൻ ചാനലുകളിൽ വിട്ടുകഴിഞ്ഞാൽ അത് സാക്ഷികളെ സ്വാധീനിക്കാനും അത് തകിടം മറിക്കാനും സാധ്യതയുണ്ട്. സംശയമുണ്ടെങ്കിൽ രാംകുമാർ സാറിനോട് ചോദിക്കാം. അത് ഈ വിജിലൻസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം അത് പബ്ലിക് മീഡിയയിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അതിൽ പലരും അതുമായി ബന്ധപ്പെട്ട സാക്ഷികൾ അതിനകത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ടവരുണ്ട്. അവരെ മൊത്തം ഇപ്പൊ തന്നെ അവരെ നാളെ തൊട്ട് അവരെ കോർണർ ചെയ്ത് അവരെ സാക്ഷിമൊഴികൾ മാറ്റി പറയിപ്പിക്കുന്നതിലേക്ക് ഇപ്പോൾ KM മാണി സാറിനെതിരായിട്ടുള്ള തെളിവ് നാളെ കൊടുക്കുമെന്ന് ഇപ്പോൾ പീപ്പിളിന്റെ ന്യൂസ് ആൻഡ് വ്യൂസിൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഇതുപോലെ ഒരു കാര്യം കൂടി, മറ്റ് മന്ത്രിമാരുടെ തെളിവുകൾ കൂടി നാളെ കൈമാറുമോ? ഇല്ല, ഞാൻ ഇതിനെന്തെങ്കിലും തീരുമാനം ഈ ഗവൺമെന്റിനെ കൊണ്ട് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ മാത്രമേ പുറത്തു കൊടുക്കുകയുള്ളൂ. ഇല്ലാത്ത പക്ഷം ഞാൻ അവസാനം ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. മറ്റ് തെളിവുകൾ എൻ്റെ അടുത്ത് ഉള്ളിടത്തോളം കാലമാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ വലിയ പ്രശ്നമില്ലാത്ത അല്ലെങ്കിൽ ഏറ്റവും പ്രശ്നക്കാരനായ ഒരാളെയെങ്കിലും അങ്ങേക്ക് അതിന്റെ കൂടെ ഉൾപ്പെടുത്തിയാൽ അങ്ങയുടെ ഈ ആരോപണം മാറിക്കിട്ടില്ലേ? ഇല്ല, കുഴപ്പമില്ല. ബാക്കി എന്ത് ആരോപണം പറഞ്ഞാലും ലാലെ ഞാൻ പറയില്ല എന്ന് ആദ്യം പറഞ്ഞല്ലോ. ഇത് തെളിയിക്കാൻ കഴിയാത്ത പറയണ്ട, അവർക്കെതിരായിട്ടുള്ള നിയമപരമായ തെളിവുകൾ വിജിലൻസിന് കൈമാറും. ഞാനത് സംസാരിച്ചു, മറ്റ് 1-2 ഡീറ്റെയിൽസുകൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു അവർക്കത് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള വേറെ കേസായിട്ട് വേറെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാളിനെ കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റൊരു അഴിമതി എടുക്കാനോ അവരെ പ്രതിയാക്കി കേസെടുക്കാനോ ഉള്ള വകുപ്പ് വിജിലൻസിനില്ല. അങ്ങനെയാണെങ്കിൽ അത് വേറൊരു പരാതിയായി നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യണം. ശരി ഡോക്ടർ ബിജു രമേശ്, പക്ഷേ ആ 4 മന്ത്രിമാർ ഇതിനകത്ത് എന്താണ് ചെയ്തത്? KM മാണി സാറിനോടൊപ്പം നിന്ന് കാശ് വാങ്ങിക്കാൻ സഹായം ചെയ്തോ? അതാണോ ചെയ്തത്? ഇല്ല, അവരും ഞങ്ങളുടെ മിനിറ്റ്സ് ബുക്കിനകത്തതുണ്ട്. എടുത്തു കൊണ്ടുപോയ ഇപ്പോൾ വിജിലൻസിൻ്റെ കയ്യിലിരിക്കുന്ന മിനിറ്റ്സ് ബുക്കിൽ ഇവരുടെയൊക്കെ പേരുകളും സാമ്പത്തിക ഇടപാടുകളും ഗവൺമെൻറ് തലത്തിൽ തന്നെ ഉണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ വേണമെങ്കിൽ അത് എടുക്കാമല്ലോ, എടുത്തിട്ട് അതിനോളത്തുള്ള അദ്ദേഹത്തിന് വെളിപ്പെടുത്താമല്ലോ. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കൊടുത്തിട്ടുള്ള സാക്ഷിമൊഴികളെല്ലാം തന്നെ പലരും പറയുന്നുണ്ട്. സാക്ഷിമൊഴികളുടെ വരികൾ വരെ പലരും സംസാരിക്കുമ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള ഒരാൾക്ക് വിജിലൻസിൽ നിന്നും ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങളുടെ മിനിറ്റ്സ് ബുക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അതിൻ്റെ വരികൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. അദ്ദേഹം വായിച്ചിട്ട് പുറത്ത് പറയട്ടെ. ഒരു സെക്കൻഡ്. കേരളത്തിലെ മദ്യ മുതലാളിമാരുടെ ഒരു യോഗം, ആ യോഗത്തിൽ നടക്കുന്ന ചർച്ച, ആ ചർച്ചയാണല്ലോ രേഖപ്പെടുത്തുന്ന മിനിറ്റ്സ് ആയിട്ട്. ആ മിനിറ്റ്സ് ഞാൻ വിജിലൻസിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത് ഞാൻ പുറത്തു വിടട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ യുക്തി എന്താ മിസ്റ്റർ രമേശ്? രമേശ് അല്ലേ ആ യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ? നിങ്ങളല്ലേ ആ യോഗത്തിന്റെ വർക്കിംഗ് പ്രസിഡന്റ്? നിങ്ങൾ ആ മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടന്ന ചർച്ച പുറത്തു പറയൂ.
അത് പുറത്ത് പറയുന്ന ജോലി രാജ്മോഹൻ ഉണ്ണിത്താനുള്ളതല്ല. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർവാഹക സമിതി യോഗത്തിൽ നടക്കുന്ന ചർച്ച മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയാൽ അത് പുറത്തുവിടാൻ രാജ്മോഹൻ ഉണ്ണിത്താനെ വെല്ലുവിളി. ഡോക്ടർ ബിജു രമേശ്, എല്ലാ കാലത്തും എല്ലാവരും ഒരാളെ വിശ്വസിക്കണമെന്നില്ല. അതുകൊണ്ടാണ് അങ്ങ് ഇങ്ങനെ ഉള്ള ഒരു ഘട്ടത്തിൽ ശ്രീ പി സി ജോർജിന്റെ കാര്യത്തിൽ പോലും ശബ്ദരേഖയൊക്കെ പുറത്തുവിട്ട് ഒരു വലിയ മുന്നേറ്റം ജനങ്ങളുടെ മുമ്പിൽ സത്യം അവതരിപ്പിക്കുന്നതിന് തെളിയിച്ചിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ ലാൽ, ഞാൻ ബിജു രമേശ് പറയാൻ വന്നതാണ്. ബിജു രമേശോട് ഞാനും കൂടെ പറഞ്ഞിട്ട് ബിജു രമേശ് മറുപടി പറഞ്ഞാൽ മതി. അല്ല ബിജു രമേശേ, ഈ കുറേ കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യം താങ്കളെ ചാനലിൽ കൂടെ പറഞ്ഞു, പല ചാനലിൽ കൂടെ പറഞ്ഞു, നമ്മളൊക്കെ ഇരുന്ന ചർച്ചയിലും പറഞ്ഞു. പക്ഷേ ഈ 4 കോൺഗ്രസ് മന്ത്രിമാരെ ഒഴിവാക്കി കെ എം മാണിയെ മാത്രം അതിൽ നിന്നെടുത്ത് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് അദ്ദേഹത്തെ ക്രൂശിക്കാൻ അങ്ങ് ശ്രമിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഒരു ഗൂഢാലോചന ഇല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട്. നിക്കേ ഞാൻ പറയട്ടെ, രണ്ടാമത്തെ കാര്യം കൂടെ പറയട്ടെ, അതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ചില കോൺഗ്രസ് മന്ത്രിമാരെ ഒഴിവാക്കുമ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, ഇവിടെ ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ അവരുടെ സംരക്ഷണം എനിക്ക് ആവശ്യമാണ്, എന്തെങ്കിലും അവരുടെ കുറിച്ചുള്ള രേഖകളുമുണ്ട് എന്ന് പറയുമ്പോൾ അത് ഒരു ബ്ലാക്ക് മെയിൽ തന്ത്രമല്ലേ എന്നും ആരെങ്കിലും സംശയിച്ചാൽ ഈ ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷത്തെ സ്വരം കൂടി നമുക്കൊന്ന് കേൾക്കേണ്ടതുണ്ട്. ശ്രീ ആനത്തലവട്ടം കൂടി നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ബിജു രമേശ് അത്രയും സമയം ആലോചിക്കുകയാണ് ഏത് രീതിയിലാണ് ആ കാര്യങ്ങളൊന്ന് അവതരിപ്പിക്കുക എന്നുള്ളത്. അതിനുള്ള സമയം ഡോക്ടർ ബിജു രമേശിന് കൊടുത്തിരിക്കുന്നു. ശ്രീ ആനത്തലവട്ടം, എന്താണ് ഡോക്ടർ ബിജു രമേശിന്റെ ഇന്നത്തെ ഈ അവസ്ഥ കാണുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? പ്രതിപക്ഷം എന്ത് നിലപാടിലാണ്? അല്ല, ബിജു രമേശ് ഒരു സത്യം പറഞ്ഞതിന് എന്തിനാണ് നിങ്ങളത് അംഗീകരിക്കാത്തത്? ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മാണിക്കെതിരായി നിയമമന്ത്രിക്കും അതുപോലെ ധനകാര്യമന്ത്രിയെയും പ്രതിയായിക്കൊണ്ട് കോഴ വാങ്ങി കാശ് ഞങ്ങൾ കൊടുത്തു എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞ ആരോപണം അന്വേഷിക്കാൻ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചാൽ അന്വേഷണം തൃപ്തികരമാകില്ല. വേറെ ഏതെങ്കിലും ഒരു ഏജൻസി ഏൽപ്പിച്ചാൽ ഈ പറഞ്ഞ മുഴുവൻ റെക്കോർഡും കൊടുക്കാൻ തയ്യാറാണെന്ന് ബിജു രമേശ്. പക്ഷേ ശ്രീ ആനത്തലവട്ടം, ഇന്നിപ്പോ ശ്രീ കെ എം മാണി സാറിന്റെ കാര്യത്തിൽ നാളെ തെളിവ് കൊടുക്കാൻ പോകുന്നു ബിജു രമേശ് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ അതിനോടൊപ്പം 4 കോൺഗ്രസ് മന്ത്രിമാരുടെ കാര്യത്തിൽ ലാലെ ഒരു കാര്യം പറയൂ. ബിജു രമേശ് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഇതൊന്നും ഒരു ആരോപണം ഉന്നയിച്ചത് തെളിയിക്കട്ടെ, തെളിയിച്ചതിന് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത നടപടിയല്ല. ഞാൻ ദിവസേന ഒരു മന്ത്രിമാരെയും കുറിച്ച് ആരോപണം ഉന്നയിച്ചാൽ എനിക്കിതൊരു ജോലിയാണെന്ന് പറഞ്ഞു നടക്കുമെന്നല്ലേ ബിജു രമേശ് പറഞ്ഞത്. ഒരെണ്ണം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട്. ലാല് തന്നെ മുഴുവൻ സംസാരിച്ചിരുന്നാലോ ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് തെളിയിക്കുന്നതിനെ സംബന്ധിച്ച് ഈ ഏജൻസിയുടെ കീഴിൽ സാധിക്കില്ലെന്നുള്ള ബോധ്യമാണ് ബിജു രമേശിനുള്ളത്. അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു CBI കൊണ്ട് അങ്ങനെ അന്വേഷിക്കണം, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ജഡ്ജിമാരുടെ നിയന്ത്രണത്തിൽ അന്വേഷണം നടത്താൻ തയ്യാറുണ്ടോ മിസ്റ്റർ ഉണ്ണിത്താനാണ് അതിന് പറയേണ്ടത്. നിങ്ങൾ ഈ പറയുന്ന നാടകം ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബിജു രമേശ് കളവാണ് പറയുന്നതെങ്കിൽ ദിവസേന ചാനലിൽ വന്നിരുന്നുണ്ട് ഇത്തരത്തിൽ മന്ത്രിമാരെ അപമാനിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു വക്കീൽ നോട്ടീസ് കൊടുത്തല്ലോ മാണി സാറ്, 10 കോടി രൂപ നഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് മറുപടി കൊടുത്തല്ലോ. ഞാൻ നിങ്ങൾക്ക് തിരിച്ചെത്താം. ശ്രീ ആനത്തലവട്ടം, ഡോക്ടർ ബിജു രമേശ്, പ്രതിപക്ഷത്തിന്റെ കിട്ടിക്കഴിഞ്ഞു. ഡോക്ടർ ബിജു രമേശ് പറയട്ടെ. അതിനുശേഷം ആ നോട്ടീസ് കിട്ടിയതിനു ശേഷവും മാണി സാറും കേരള കോൺഗ്രസ് എന്താ നിലപാടെടുക്കുന്നത്? എന്തേ കേസ് ഫയൽ ചെയ്യുന്നില്ല? എന്തേ ബിജു രമേശിനെതിരെ കേസ് ഫയൽ ചെയ്ത് അയാൾ അറസ്റ്റ് ചെയ്ത് ഇത് തെളിയിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല? ഉണ്ണിത്താന് ബാധ്യതയില്ലേ? ഈ കെ എം മാണി എന്ന് പറയുന്നത് UDF ഗവൺമെൻറ് ധനകാര്യമന്ത്രിയാണ്. ആ ധനകാര്യമന്ത്രി കാണിക്കുന്ന കൊള്ളരായ്മകൾക്ക് UDF ഗവൺമെൻറ് ഉത്തരവാദിത്വമില്ലേ? മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമല്ലേ? ഉണ്ണിത്താൻ ഉത്തരവാദിത്വമല്ലേ? എന്താ നിങ്ങൾ അക്കാര്യത്തിൽ നിശബ്ദം? ശ്രീ ഉണ്ണിത്താന്റെ ഉത്തരവാദിത്തത്തിനേക്കാൾ കൂടുതലായി ഡോക്ടർ ബിജു രമേശ് ഇപ്പോൾ 4 മന്ത്രിമാരുടെ പേര്, കോൺഗ്രസ് മന്ത്രിമാരുടെ പേര് ഏത് നിമിഷം എന്നുള്ള രീതിയിൽ നാവിൻ തുമ്പത്ത് ഇരിക്കുകയാണ്. അത് പുറത്ത് ചാടാതിരിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കുന്നു. അതൊന്ന് വീഴ്ത്താനുള്ള ഒരു ശ്രമം എന്തുകൊണ്ട് ശ്രീ ആനത്തലവട്ടം ഒന്നും നിർബന്ധിക്കുന്നില്ല? ഞാൻ ഈ കാര്യത്തിൽ നടക്കുന്ന നാടകത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം. ഏതെങ്കിലും ഇവരെല്ലാം ബിസിനസ്സുകാരാണ്. ബിജു രമേശും ബാർ ഉടമകളും അവർക്ക് എങ്ങനെയെങ്കിലും ഈ ബിസിനസ് നടത്തണം. അതിന് സന്ധി ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ സന്ധി ഉണ്ടാക്കും. മറ്റുള്ള മന്ത്രിമാരുടെ പേര് പറയാതിരുന്നാലാണ് ഗുണമെങ്കിൽ അവർ ആ മാർഗം സ്വീകരിക്കും. ഇവരെല്ലാം ഒരു മുന്നണിയിലുള്ളവരാണ്, UDFിലുള്ളവരാണ്. വളരെ വ്യക്തം. ഡോക്ടർ ബിജു രമേശ്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും ശ്രീ ആനത്തലവട്ടവും യോജിക്കുന്ന ഒരു കാര്യം ഇതാണ്. പൊതുജനങ്ങൾ ഇനി ചിന്തിച്ചു തുടങ്ങുന്ന ഒരു കാര്യം, അങ്ങ് ആരെയോ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അങ്ങയുടെ ബിസിനസ് ഇൻട്രസ്റ്റുകൾക്ക് വേണ്ടി ഇങ്ങനെ കോൺഗ്രസിലെ മന്ത്രിമാരുടെ
പേരുകൾ പറയുന്നില്ല എന്നുള്ളിടത്താണ്. അവിടെയാണ് അങ്ങേക്ക് ഒരു ധൈര്യം കാണിക്കാനുള്ള, ആ ഒരു സൂചനയെങ്കിലും നൽകാനുള്ള, പേര് പറയാതെയാണെങ്കിലും ചില സൂചനകൾ നൽകാനുള്ള ഒരു സന്ദർഭം വന്നിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ശ്രീ ആനത്തലവട്ടത്തെ കളയുക, CPM-നെ കളയുക, ഇടതുപക്ഷത്തെ കളയുക, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനെ കളയുക. ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ അങ്ങേക്ക് അറിയാലോ ഇതിനുശേഷം എത്രമാത്രം പിന്തുണ അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അതെ, മാണി സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഇന്നലെയും എനിക്ക് മെനങ്ങാനൊക്കെ ചാനൽ പലരും വിളിച്ചു പറയുന്നത് കേട്ടോ, എനിക്കെന്തോ ഈ ആൾക്കാരെ പറ്റി അഴിമതിയെക്കുറിച്ച് പറയുന്ന ഒരുതരം മേനിയാണെന്ന്. അതൊന്നുമല്ല. മാണി സാറിനെ പറ്റി എനിക്ക് മാണി സാറിനെ അറ്റാക്ക് ചെയ്യണമെന്ന് ശ്രീ ജേക്കബ് ചേട്ടൻ പറഞ്ഞായിരുന്നു. മാണി സാറിനെ മാത്രം എന്തോ കോർണർ ചെയ്ത് ഞാൻ പോകുന്നുവെന്ന്. ഞാൻ മാണി സാറിനെ കോർണർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതുമല്ല. കഴിഞ്ഞ ഒരു 6-7 മാസമായി ചാനൽ ചർച്ചകളിൽ ഇവിടുത്തെ ഹൈജീൻ അല്ലാത്ത ബാറുകൾ പൂട്ടുന്നു, ഘട്ടം ഘട്ടമായ മദ്യനിരോധനമാണ് കോൺഗ്രസിൻ്റെ നയമെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ വളരെ പെരുപ്പിച്ച് സംസാരിക്കുകയും അത് വളരെ ചർച്ചയിലേക്ക് ഭയങ്കരമായി കത്തിക്കയറി പോകുന്നത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതൊന്നുമല്ല എൻ്റെ വാസ്തവം ഇത് കുഴങ്ങിയതിൻ്റെ അവസ്ഥ, ഇതിനകത്തുള്ള കച്ചവടങ്ങൾ നടക്കാത്തത് എന്ന ആ സമയത്തിൽ പറയാനൊരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഞാൻ പീപ്പിളിനോട് പറഞ്ഞത് ഇതിന് സാഹചര്യം മാണി സാർ ഇതുപോലെ 5 കോടി ചോദിച്ചു, 1 കോടിയെ കൊടുത്തുള്ളൂ, ബാക്കി കിട്ടാത്തത് കൊണ്ടാണ് ക്യാബിനറ്റ്, അല്ലെങ്കിൽ ലൈസൻസ് പുതുക്കാൻ എന്തിനാണ് ക്യാബിനറ്റ് വരുന്നത്? ക്യാബിനറ്റ് കൊണ്ടുവന്ന് വെച്ചാൽ ക്യാബിനറ്റ് കച്ചവടം നടത്താൻ വേണ്ടിയല്ലേ ക്യാബിനറ്റ് വന്നത്? ക്യാബിനറ്റിൽ അത് പുതുക്കാതെ പോയി, അല്ലെങ്കിൽ സാറിന് ഡിവിഷണൽ ഓഫീസുകളിൽ പുതുക്കി പോകുന്ന ലൈസൻസ്. ഇതൊന്നും ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കില്ല. അവർ ഉടനെ തന്നെ ചാനൽ ഇപ്പം മാറ്റും. അവർ കാത്തിരിക്കുന്നത് ഇത് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാനുള്ള ഒരു പരിപാടിയായിട്ടല്ല. ഡോക്ടർ ബിജു രമേശിന്റെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണെങ്കിൽ, ബിസിനസ് ഇൻട്രസ്റ്റ് അല്ല എങ്കിൽ ചില സൂചനകൾ അവർ പ്രതീക്ഷിക്കുന്നത് എത്രമാത്രം. അങ്ങ് ഒരു കാര്യം നൽകി, നാളെ തെളിവുകൾ നൽകാം കെ മാണി സാറിനെതിരായിട്ടുള്ളതെന്ന് പറഞ്ഞു. അതുതന്നെ വലിയൊരു കാര്യമാണ്. അങ്ങ് ഇത്രയും കാലം അത് കുറച്ച് നീളട്ടെ എന്ന് കാത്തിരുന്നതാണ്. ആ തെളിവ് നൽകാൻ തയ്യാറാകുന്നു. അതിനോടൊപ്പം ഇതിനകത്തൊരു കക്ഷി ഭേദമന്യെയാണ് എൻ്റെ ചിന്ത. ചില ആളുകൾക്ക് ഒപ്പമല്ല, ചിലരുടെ കളിപ്പാവയല്ല, ശ്രീ PC ജോർജ് പറഞ്ഞതുപോലെ കളിപ്പാവയല്ല എന്ന് തെളിയിക്കാൻ എന്താണ് അങ്ങ് പറയുക ഇപ്പോൾ? കാരണം നമ്മുടെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരുടെ തെളിവുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന MD ധനേഷും അനിമോനും മൊഴി മാറ്റി പറഞ്ഞു എന്ന് മീഡിയയിലൂടെ പറഞ്ഞറിയപ്പെട്ടതേ ഉള്ളൂ. ആ സാഹചര്യത്തിൽ എൻ്റെ കയ്യിലിരിക്കുന്ന തെളിവുകൾ, ഇത് ഇവർ കണക്ട് ചെയ്തിട്ടുള്ള ഇവർ കൊടുത്തു എന്നുള്ളതുമുള്ള ശബ്ദരേഖകളടക്കമുള്ള തെളിവുകൾ നാളെ വിജിലൻസിലേക്ക് കൊടുക്കാൻ. കാര്യം ഒരാൾ മാറ്റി പറയുന്ന സാഹചര്യത്തിൽ, ഇല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയാണ് അത് കൊടുക്കേണ്ടത്. ജനറൽ സെക്രട്ടറി, ഉത്തരവാദിത്തപ്പെട്ട ജനറൽ സെക്രട്ടറി അതിൽ നിന്ന് മാറി കളിച്ചപ്പോൾ ഇത് ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ അത് കൊടുക്കുക. ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ കയ്യിൽ അവരുടെ ശബ്ദരേഖ അങ്ങയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അത് പ്രശ്നമില്ല. അത് ഒരു തെളിവായി ഇപ്പോൾ ജനങ്ങൾ അതും അംഗീകരിക്കില്ല. അതുകൊണ്ട് മറ്റേ പേര് വേണമെങ്കിൽ പറയാം. ഇല്ല, ജനങ്ങൾ അംഗീകരിക്കണമെന്നല്ല. വിജിലൻസിന് സ്ട്രോങ് ആയിട്ടുള്ളൊരു എവിഡൻസ് ആണ്. അവർ രണ്ടാമത് ചോദ്യം ചെയ്യപ്പെടാനുള്ള എവിഡൻസ് ആണ്. കാര്യം അവർ കൂടിയെ ആലോചിക്കുന്ന ചർച്ചയുടെ വളരെയേറെ വിശദാംശങ്ങളും അവർ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസുകളുമൊക്കെ അവർ തന്നെ പറയുന്ന കാര്യമാണ്. അവരത് ചർച്ച ചെയ്യപ്പെടുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ വിജിലൻസിൻ്റെ മുന്നിൽ പോയി നിന്ന് ഈ റെക്കോർഡ് ഇരിക്കുമ്പോൾ മാറ്റി പറയാൻ കഴിയും? അവരെ ഒന്നുകൂടി ചോദ്യം ചെയ്യപ്പെടാനുള്ള സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ആണ് ഞാൻ കൊടുക്കുന്നത്. അത് ചോദിച്ച് തെളിയിക്കാൻ വിജിലൻസിന് കഴിഞ്ഞില്ലെങ്കിൽ CBI പോലുള്ള ഏജൻസി വന്നു കഴിഞ്ഞാൽ ഇത് തെളിയിക്കാൻ കഴിഞ്ഞാൽ ബാക്കിയുള്ളത്. എന്താണ് താങ്കൾ ഇതിനിടയിൽ പറയുന്നത്? ഞാൻ പറയാൻ ഈ ഞങ്ങളുടെ UDF ഒരു കക്ഷിയാണ്. ബാലകൃഷ്ണപിള്ള സാറിനെ ഡോക്ടർ ബിജു രമേശ് അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതിൽ കക്ഷിയായിരിക്കുകയാണ്. ഈ ചാനൽ ചർച്ചയുമായി ബന്ധപ്പെട്ട് ആദ്യം ഡോക്ടർ ബിജു രമേശ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ വന്നപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു വിശ്വാസം, അതായത് അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു നിഷ്കളങ്ക ഭാവം, അദ്ദേഹം പറയുന്നത് സത്യമാണെന്നൊരു തോന്നൽ. ഞാൻ അദ്ദേഹത്തിനോട് എനിക്കിപ്പോൾ അഭ്യർത്ഥിക്കുവാനുള്ളത്, കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടി ബാക്കിയുള്ള മന്ത്രിമാരുടെയും ഇതിൽ ഉൾപ്പെട്ട നേതാക്കന്മാരുടെയും പേര് വിവരം അദ്ദേഹം പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ജനസമൂഹം മോശമായ രീതിയിൽ ചിത്രീകരിക്കപ്പെടും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് നിലനിൽക്കുന്നതിനും അതുമായി ബന്ധപ്പെട്ട് സത്യത്തിന് വേണ്ടി പോരാടുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആത്മാഹുതി ചെയ്യുമെന്നാണ് ആദ്യം ഈ ചാനൽ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞത്. അത് ആ ഭാഗത്ത് അദ്ദേഹം നിൽക്കുന്നുവെങ്കിൽ അദ്ദേഹം സത്യസന്ധമായി ബാക്കിയുള്ള മന്ത്രിമാരുടെയും നേതാക്കന്മാരുടെയും പേരുവിവരം വെളിപ്പെടുത്തി കേരളത്തിലെ എല്ലാവരുടെയും പേര് പറയാൻ ഞാൻ പറയില്ല, അദ്ദേഹം വെളിപ്പെടുത്തണം എന്നുള്ള ഭീതമായ ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് അദ്ദേഹത്തോട് നടപ്പാനുള്ളത്. പേര് മാത്രം കൊടുത്താൽ മതി, ആരുടെ ലാൽ ആഗ്രഹിക്കുന്ന പേരുകൾ മാത്രം. അത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ആഗ്രഹിക്കാത്ത ആ പേരുകളിലൊന്നും. ഡോക്ടർ ബിജു രമേശ്, ഞാൻ പറഞ്ഞത് ശ്രീ മനോജ് പറഞ്ഞത് ശരിയാണ്. ഞാൻ അന്ന് പറഞ്ഞു ഇത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ
കഴിഞ്ഞില്ലെങ്കിൽ എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നത്. ഇത് തെളിയിക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കയ്യിൽ വെച്ചിരിക്കുന്നത്. ഇത് തെളിയിച്ച് വരട്ടെ, അല്ലെങ്കിൽ ഇത് കയ്യിൽ നിന്ന് എൻ്റെ നിന്ന് പൊയ്ക്കഴിഞ്ഞാൽ മറ്റു പല രീതിയിലും മന്ത്രിമാരുടെ പേരുണ്ടല്ലോ, എനിക്കിവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു വേണ്ടിയുള്ള നേരത്തെ ശ്രീ കെ എം മാണി സാറിന് നാളെ എല്ലാ തെളിവും കൊടുത്ത് വിജിലൻസിന് മുമ്പിൽ കൈമാറുന്നു. അങ്ങനെയാണെങ്കിൽ അതിനോട് സപ്പോർട്ടീവായിട്ട് ശ്രീ പി ജെ ജോസഫിന്റെ ഇടപാടുകൾ ഇതിനകത്ത് പി സി ജോർജിനെ പറഞ്ഞതുപോലെ കൊണ്ടുവരാനുള്ള ഉദ്ദേശം നാളെ ചെയ്യുന്നുണ്ട്. ഇല്ല, പി സി ജോർജിനെ മറ്റേ പി ജെ ജോസഫ് സാറിനൊന്നും എനിക്ക് പ്രതിയാക്കി പ്രതിക്കൂട്ടി കെട്ടണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല. അദ്ദേഹം പൈസ ഇതുമായിട്ട് ബന്ധപ്പെട്ടില്ല. മാണി സാറിനെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം ഉണ്ടല്ലോ. ഇല്ലല്ല, അദ്ദേഹത്തെ പ്രതിയാക്കാൻ വേണ്ടിയൊന്നുമല്ല. ഞാൻ സമ്മർദ്ദം ചെലുത്തുന്നു. മന്ത്രിയായിരിക്കുന്ന മന്ത്രിമാരും മറ്റു പലരും പ്രതികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തെ പ്രതിയാക്കണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹമില്ല. പ്രതിയാക്കാൻ വേണ്ടി ഞാൻ നോക്കുന്നുമില്ല. എൻ്റെ ബഹുമാന്യനായ സുഹൃത്ത് ആനത്തലവട്ടം ആനന്ദന്റെ ചില കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് മുമ്പ് ശ്രീ ബിജു പറഞ്ഞു. നമുക്ക് ആകെ 1-2 മിനിറ്റേ ഉള്ളൂ. 2 മിനിറ്റ് ഞാൻ പറയാം. ഇന്ന് കേരളത്തിലെ പൊതുജന സമൂഹം കാതോർത്തിരുന്നത് ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയെക്കുറിച്ചും ശ്രീ പി സി ജോർജിനെ കുറിച്ചും വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അറിയാനല്ല. ഇന്ന് നമ്മൾ അദ്ദേഹം വെളിപ്പെടുത്തുമെന്ന് ഇന്നലെ പറഞ്ഞത് ശ്രീ പി ജെ ജോസഫും ശ്രീ കെ എം മാണിയുടെ മകൻ ശ്രീ ജോസ് കെ മാണിയും ഇതിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാൻ തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ച രേഖകൾ ഇന്ന് പുറത്തു വിടുമെന്നാണ് പറഞ്ഞു. ആ രേഖ ഇതുവരെ അദ്ദേഹം പുറത്തു വിട്ടിട്ടില്ല. അദ്ദേഹം ഇന്ന് മറ്റു ചില രേഖകൾ പുറത്തു വിട്ടിരിക്കുന്നു. ആ രേഖകൾക്ക് ഈ പ്രധാന കേസുമായി യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ശ്രീ മനോജ് പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിലെ ജനങ്ങൾ ശ്രീ ബിജു രമേശിൻ്റെ ആത്മാഹൂതി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുക. കാരണം അദ്ദേഹമാണ് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക്. ഇത് തെളിയിച്ചില്ലെങ്കിൽ ഞാൻ ആത്മാഹൂതി ചെയ്യും. അവിടെയാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിക്കുന്നത്. ഞാൻ പറഞ്ഞ ഒരു കാര്യം ഇവിടെ ശ്രീ ആനന്ദം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഇവിടുത്തെ പോലീസിൽ വിശ്വാസമില്ല. ഇവിടെ വ്യവസ്ഥാപിതമായ ഒരു കുറ്റാന്വേഷണ സംവിധാനമുണ്ട്, നീതിന്യായ വ്യവസ്ഥയുണ്ട്. ആലപ്പുഴയിൽ നേതാവിന്റെ പ്രതിമ അടിച്ചു തകർത്തത് ഈ പോലീസ് അന്വേഷിച്ചത്. ആ അന്വേഷണത്തെ ശ്രീ ആനത്തലവട്ടം കേരളത്തിലെ പോലീസിൽ വിശ്വാസമില്ല. ഞങ്ങളുടെ പോലീസ് അന്വേഷിച്ച് പ്രതികളെ പിടിച്ചുകൊടുത്ത എന്റെ സ്നേഹിതന് ഉണ്ണിത്താൻ ഒരു കാര്യം ഓർമ്മയുണ്ടോ? സൂര്യനെല്ലി കേസിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി പി ജെ കുര്യന്റെ പേര് പറഞ്ഞിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ എഴുതിയില്ല. അതാണ് നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ. ആ പെൺകുട്ടി ഇന്ത്യയിലെ സകല കോടതിയിൽ കയറി നിരങ്ങിയിട്ട് പറയാനുള്ളത്. അവിടെ പേരിൽ കേസ് ഡോക്ടർ ബിജു രമേശ് നാളെ കെ എം മാണി സാറിനെതിരായിട്ടുള്ള തെളിവ് നൽകാൻ പോവുകയാണ്. അതിനുശേഷം അത് കൈരളിക്ക് നൽകുമോ? അത് പുറത്തു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ഇല്ലെന്ന് ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. ധൈര്യമായിട്ട് കൊടുത്തോല്ലെങ്കിൽ ഞാനത് പുറത്തു വിടും. അതിൽ കൊടുക്കാന്നുള്ള ഭാഗം. അതിനകത്ത് നിയമപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അഡ്വക്കേറ്റ് രാംകുമാർ? ഇവിടെ ബിജു രമേശ് ഈ കേസിലെ പരാതിക്കാരനല്ല, സാക്ഷി മാത്രമാണ്. പ്രതിയാണെങ്കിൽ കൂടി അദ്ദേഹത്തിന് നമ്മുടെ ഭരണഘടന നിശബ്ദതയ്ക്കുള്ള അവകാശം നൽകുന്നുണ്ട്. ഇത് മറന്നുകൊണ്ടാണ് അദ്ദേഹത്തിനെ എല്ലാവരും കൂടി നിർബന്ധിക്കുന്നത്. ഇനി അഥവാ നിർബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ ഇതുവരെ ചാനൽ ചർച്ചയിൽ മുഴങ്ങിക്കേട്ടിരുന്നത് ശ്രീ ബിജു രമേശ് എന്ന് പറഞ്ഞാൽ വിശ്വാസയോഗ്യനല്ലാത്ത ഒരാളാണ്, കള്ളു കച്ചവടക്കാരനാണ്, വളരെ മോശമായ രീതിയിൽ. രാംകുമാർ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനൊന്ന് ഇടപെടുന്നു, നമുക്ക് സമയമില്ല. എന്തായാലും അദ്ദേഹത്തെ ഡോക്ടർ ബിജു രമേശ് അങ്ങനെ ഒരു ആരോപണം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. ഡോക്ടർ ബിജു രമേശ് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ബിജു രമേശ് കേരളത്തിലെ പൊതുജന സമൂഹത്തോട് പറഞ്ഞ കാര്യങ്ങൾ പാലിക്കാത്തിടത്തോളം അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി പോയി. ആ ക്രെഡിബിലിറ്റി വീണ്ടെടുക്കാൻ ഇനിയും നാളെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. നാളത്തെ വെളിപ്പെടുത്തൽ അത് കൈരളിക്ക് നൽകുമോ നൽകാമെന്നാണ് ഇപ്പൊ പറഞ്ഞത്. പുറത്തുവിടാമോ അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആൾ അതറിയത്തില്ലേ ബിജുവിന്? ഡോക്ടർ ബിജു രമേശിനെ സ്വാധീനിക്കരുത് പ്ലീസ്. നാളെ കൈരളിക്ക് തരാതിരിക്കുക. എല്ലാവർക്കും കൊടുക്കണോ അദ്ദേഹം പറയുന്നത്? അല്ല, ഒറ്റ മിനിറ്റ് ഡോക്ടർ ബിജു രമേശ് നാളെ കൈരളിക്ക് തരുമോ? രാംകുമാർ സാർ എന്ത് പറയുന്നത് അതനുസരിച്ച് രാംകുമാർ സാർ
എന്തായാലും നിയമ വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഡോക്ടർ ബിജു രമേശ് നാളെ അത് കയ്യിലേക്ക് നൽകിയേക്കും. നമുക്ക് നാളെ അതിനുവേണ്ടി കാത്തിരിക്കാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ ബിജു രമേശ്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ VS മനോജ് കുമാർ, അഡ്വക്കേറ്റ് രാംകുമാർ.